ഇപ്പൊ വന്നോ? സ്ക്രീൻ വന്നിട്ടുണ്ടോ? സ്ക്രീൻ വന്നിട്ടുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. LICയുടെ ചാർട്ട്. LICയുടെ ആണ് കാണുന്നേ? ഹലോ? അതെ ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, രാവിലെ നമുക്കൊരു കോൾ എടുക്കണമെങ്കിൽ ഒന്ന് ആദ്യം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ അത് മേളിൽ പോയിട്ട് താഴോട്ട് വന്നിട്ട് അവിടെ കളിയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരത്തെ മേടിച്ച് വെച്ചവരുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അങ്ങനെ വരുമ്പോൾ ആ ക്യാൻഡിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഐഡിയലി എയ്തർ 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, 15 മിനിറ്റ് ആയാലും നമ്മൾ ഇച്ചിരി ലേറ്റ് ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചെറിയ പോയിന്റ് എടുക്കാൻ 15 മിനിറ്റും ധാരാളമാണ്. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിലെ ഫസ്റ്റ് ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ക്യാൻഡിൽ ഇതിന്റെ ക്ലോസിങ്ങിന് മേളി ഓപ്പൺ ആവുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ നമുക്ക് കയറാം. ഈ ക്യാൻഡിൽ കയറി കഴിഞ്ഞാൽ ഈ ക്യാൻഡിലും കിട്ടും, ഈ ക്യാൻഡിലും കിട്ടും. ഇത് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 3 ക്യാൻഡിൽ എന്തായാലും 15 മിനിറ്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ കയറിയിട്ട് വേണമെങ്കിൽ ഈ ക്യാൻഡിൽ ഇറങ്ങി ഈ ക്യാൻഡിൽ കംപ്ലീഷനിൽ ഇറങ്ങുകയും ചെയ്യാം. ഇവിടുന്ന് പോയാണ്ട് ഇപ്പോഴത്തെ എന്ത് ചെയ്യണ്ട, ഇവിടെ കയറി നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷോപ്പ് ലോസ് എടുത്ത് ഈ ക്യാൻഡിൽ താഴെ ഇട്ടോ, അല്ലെങ്കിൽ ഷോപ്പ് ലോസ് കോസ്റ്റ് ഇട്ട് വെറുതെ ഇരുന്നാലും മതി. അപ്പൊ അത് ഇവിടം വരെ പോയിട്ട് 471 അത് റിജക്ഷൻ ആയി. 471 അതിന്റെ ഓൾ ടൈം ഹൈ ആണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ റിജക്ഷൻ ആയ ഏരിയ കണ്ട 471 ഇവിടെ റിജക്ഷൻ ഉണ്ട്. 471 ഉണ്ടല്ലേ, ഇതൊരു റിജക്ഷൻ ഏരിയ ആണ്. 468 റിജക്ഷൻ സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട്, നേരത്തെ ഈ ഏരിയയിൽ വന്നിട്ട് പലപ്പോഴും റിജക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്ന് നമ്മൾ നോക്കി വെച്ചേക്കുക. പ്രീവിയസ്ലി എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ബ്രോ, ഈ 9:45 വരെയുള്ള ടൈം മിസ്സാവുന്നത് നമുക്കൊരു പ്രോബ്ലം ആണോ? അതായത് അതിനുശേഷം നല്ല ട്രേഡ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതിനുശേഷം പിന്നെ മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ആവുന്നു. അതിനുശേഷം പിന്നെ 11 മണി, പിന്നെ 1 മണി, പിന്നെ ഒരു 3 മണി, അങ്ങനെയൊക്കെയാണ് പിന്നെ ട്രെൻഡുകൾ വരുന്നത്. പിന്നെ അത് മാർക്കറ്റ് ഫുള്ളി ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരിക്കും. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല ആ ടൈമിൽ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇവിടം വരെ നമുക്ക് 464 വരെ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് 1 ഉണ്ട്. ഇവിടം വരെ നമുക്ക് സുഖമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എത്രയും ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് കയറേണ്ട കാര്യമില്ല. ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കയറരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയിട്ട് എന്തായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ബുക്കിംഗ് ഉണ്ടായിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽ ഇവിടെ 5 മിനിറ്റ് നോക്കിയാലും മതി. ഈ റീട്രേസ്മെന്റ് കംപ്ലീറ്റ് ആവണം. ഈ റീട്രേസ്മെന്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ റീട്രേസ്മെന്റ് ഇവിടുന്ന് ഈ കംപ്ലീറ്റ് ആവുന്ന ടൈമില്, കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പോകുന്നതിന്റെ ഒരു 50% എങ്കിലും മിനിമം വന്നു. ചില സമയത്ത് 100% വരും, അത് പറയാൻ പറ്റില്ല. മിനിമം ഒരു 50% എങ്കിലും വരും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത യൂഷ്വലി റീട്രേസ്മെന്റ് ഒരു 50% എങ്കിലും വന്നിരിക്കും. അപ്പൊ അതൊന്ന് വെയിറ്റ് ചെയ്യുക, നല്ല റീട്രേസ്മെന്റ് ആണെങ്കിൽ. ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് പിന്നെ തിരിഞ്ഞത്. അപ്പൊ ഈ ഒരു റീട്രേസ്മെന്റ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ഇരുന്നാൽ മതി. ഈ സാധനം ഇന്ന് അല്ലെങ്കിൽ നാളെ കയറി പോകും. നാളെ മിക്കവാറും ഓപ്പണിങ് ചിലപ്പോൾ 470 ഒക്കെ ആയിരിക്കും. ഇത് ഇവിടുന്ന് കയറി പോകും. അപ്പൊ ഈ ഒരു റീട്രേസ്മെന്റ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിന്ദാസ് ചെയ്യാം. കോൾ ഇട്ടിട്ട് ഞാൻ അത് തന്നെയാണ് കോൾ ഇട്ടിട്ട് ഞാൻ കറക്റ്റ് അവിടെ ഒരു ടെൻഷൻ ഇല്ലാതിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല 9 പോകുന്നു, 9 വരെ പോയി 9 റീട്രേസ്മെന്റ് പോയിന്റ് എങ്ങനെയാ അറിയാം നമ്മള്? അവിടെ ബോർഡിൽ നോക്കണോ ആ താഴേന്ന് എപ്പോഴാണ് കയറേണ്ടത്? എപ്പോഴാണെന്ന് റീട്രേസ് ചെയ്യുന്നത് വെച്ചാൽ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഇതുപോലെ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് അടുത്ത ഗ്രീൻ ക്യാൻഡിലേക്ക് വരത്തില്ല. 2 ഗ്രീൻ ക്യാൻഡിലേക്ക് രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കയറിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പൊ വോളിയം നോക്കിക്കോ, വോളിയം ഇൻക്രീസ് ആവുന്നുണ്ടോന്ന്. ഇത് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത് ചെയ്ത് വേറൊരു ആപ്പ് ഉണ്ട്.
കോൺസ്റ്റാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പെയ്ഡ് എടുക്കാൻ ഭയങ്കര ചാർജ് ആണ്. പക്ഷെ അവരുടെ കുറച്ച് ഫ്രീ പരിപാടികളുണ്ട്. ലോഗിൻ ഇല്ലേ? ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഷോർട്ട് കവറിങ് എന്നുള്ള വരും. കുറച്ച് മാർക്കറ്റ് കുറച്ചൊരു 9-10 മണിയാകുമ്പോൾ നമുക്ക് ഷോർട്ട് കവറിങ് കോൾ. അപ്പൊ ജിത്തി ചോദിച്ചാണെങ്കിൽ 9:45 കഴിഞ്ഞിട്ടുള്ള കോളുകൾ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി തപ്പിയാൽ മതി. ഷോർട്ട് കവറിങ് എന്ന് പറഞ്ഞിട്ടുള്ള കോളുകൾ കിട്ടും. ഇത് മൊബൈലൊക്കെ വെച്ച് വേരിക്കണം. എന്റെ പെയ്ഡ് വെർഷൻ നല്ലത്. ഓക്കെ, ഇത് പിന്നെ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് കവറിംഗ് എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഷോർട്ട് കവറിങ്ങിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് കവറിങ്ങിന് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടും. ആ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഷാർട്ടിന്റെ ചാർട്ട് പോവുക. അത് ധൃതി ഒന്നും വേണ്ട, ചാർട്ടിൽ പോയി നോക്കിയിട്ട് എവിടം വരെ അത് റീട്രേസ് ചെയ്ത് വന്നു, എന്നിട്ട് അവിടുന്ന് അത് മിക്കപ്പോഴും അന്നത്തെ ടോപ്പ് റണ്ണിങ് ആയിരിക്കും. 4% 5% കയറിയ സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എന്തായാലും അത് റീട്രേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇന്ന് അതുപോലെ വേറൊരു നല്ല സ്റ്റോക്കായിരുന്നു ലാൽപത്ത് ലാബ്. ലാൽപത്ത് ലാബ് രാവിലെ ഞാൻ ചെറുതായിട്ടൊന്ന് കയറി, പക്ഷെ പെട്ടെന്ന് ഇറങ്ങി. പക്ഷെ അത് പോയ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെയാണ്. ഇത് ഇവിടുന്ന് 20-ലെങ്ങാണ്ട് തുടങ്ങിയിട്ട് ഇത് ഇവിടെ ചെന്നപ്പോ 100 80 പോയിന്റ് 300 ക്വാണ്ടിറ്റി. 80 പോയിന്റ് 300 ആണ് 24,000 രൂപ. അതായത് 5 മിനിറ്റ് ഉണ്ട്. അല്ല 5 മിനിറ്റ് അല്ല, 15 5 10 15 ഒരു അരമണിക്കൂർ കൊണ്ട് അടിച്ചു കയറിപ്പോയി. രാവിലെ ഇവിടെ തന്നെ 100 ഇവിടെ തന്നെ ഗാമ ബ്ലാസ്റ്റ് വന്നപ്പോ തന്നെ ഇവിടെ 100. അതിനുശേഷം പിന്നെ കൺസോൾട്ടേഷൻ ആയിരുന്നു, വീണ്ടും മേലോട്ട് പോകുമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നോക്കിയെടുക്കുക. പിന്നെ ഒരു വിധം RSI ഇട്ടിട്ടുണ്ടെങ്കിൽ RSI ഇതുപോലെ 80 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ 85 89 ഒക്കെ വന്നു കഴിഞ്ഞാൽ അന്നേരം ഇറങ്ങിക്കോളുക. പിന്നെ അത് ഓവർ ബോട്ടായി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അത് താഴോട്ട് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതോടെ ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റോക്കിൽ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കുക. പരീക്ഷണങ്ങൾ നടത്തി നിങ്ങളൊരു കോൺഫിഡന്റ് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജിയും വന്നതിന് ശേഷം ചാർട്ട് നോക്കിയിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതില്ലാതെ ചാടിക്കയറി എടുക്കുന്നവർ കുറെ പേര് ലോസ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ റീട്രേസ്മെന്റ് വരാത്ത ഹൈ വോളിയത്തിൽ? റീട്രേസ്മെന്റ് വരാത്തത് കുറവാണ്. എല്ലാം റീട്രേസ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു വോളിയം പോയി കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. റീറ്റെയിലേഴ്സ് എല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഈ റീട്രേസ്മെന്റ് ഇപ്പൊ LICയിലൊക്കെ സംഭവിക്കുന്നത് ഈ മിക്കതിലും ഒരു സൈക്കോളജി നമ്മൾ നോക്കി വെച്ചിരുന്നാൽ മതി. സിമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ നിഫ്റ്റിയിലൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇത് കയറ്റിക്കൊണ്ട് പോയിട്ട് ആൾക്കാർ അന്നേരം റീറ്റെയിലേഴ്സ് ഇവിടുന്നൊക്കെ ആയിരിക്കും റീറ്റെയിലേഴ്സ് ഒക്കെ കയറുന്നത്. അവര് പ്രോഫിറ്റ് വരെ ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി നല്ലതായിട്ട് ഇടിച്ചൊന്ന് താക്കും. നല്ലതായിട്ട് ഇടിച്ചു താത്തിട്ട് അടുത്ത താഴത്തെ പ്രൈസിൽ നിന്ന് വീണ്ടും ബുള്ളിഷ് പോകും. ഇത് സ്ഥിരം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സംഭവിക്കുന്നത്. നിങ്ങൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചെയ്യുന്നതാണല്ലോ. പെട്ടെന്ന് സഡൻ ഒരു മൂവ് വന്നു കഴിഞ്ഞിട്ട് നേരെ അതുപോലെ തിരിച്ച് താഴെ പോരത്തില്ലേ. ചെറിയൊരു ബുള്ളിഷ് തന്നിട്ട് ആൾക്കാർ അതിനകത്ത് കയറി തുടങ്ങി കഴിയുമ്പോൾ ഒന്ന് ചെറിയ 2-3 ക്യാനിൽ ബുള്ളിഷ് തന്നിട്ട് സഡനായിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് നേരെ അതുപോലെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കത്തില്ല. നമുക്ക് പ്രോഫിറ്റ് പോലും ബുക്ക് ചെയ്യാനുള്ള സമയം തരാറില്ല. അപ്പൊ വീണ്ടും നമ്മളെ സ്റ്റോപ്പ് ലോസ് എടുക്കും. അങ്ങനെ സഡൻ മൂവ് പോവാണെങ്കിൽ ഒന്നി ആ മൂവ്മെന്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാനിലാണ് അതിന്റെ മേളിൽ നിന്ന് സെല്ലടിക്കുക, അല്ലെങ്കിൽ പി എടുക്കുക, അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് താഴെ വന്നിട്ട് രണ്ടാമത് അത് വീണ്ടും കയറിപ്പോവും. ആ സമയത്ത് നമ്മൾ എൻട്രി ചെയ്യുക. ബെസ്റ്റ് മേളില് സഡൻ 3 മിനിറ്റ് ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയി, അല്ല 5 മിനിറ്റ് പോകത്തില്ല, 1 മിനിറ്റ് 3 മിനിറ്റിൽ ഇതുപോലെ ഒരു ഒറ്റ ക്യാൻഡിൽ വരുവാണെങ്കിൽ അതിന്റെ മേളിൽ നിന്ന് ഒരു സെല്ല് എടുത്താൽ മതി. സെല്ലല്ലേ പി എടുക്കുക. പിയിൽ അത്ര ഇത് കിട്ടത്തില്ല നമുക്ക്. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് തിരിച്ചു കയറി പോകും. ആദ്യത്തെ മൂവ്മെന്റില് എങ്ങനെയാ? ആദ്യത്തെ 5 ക്യാൻഡിലിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇടാം. അത് എത്ര ക്യാൻഡിൽ വരെ അങ്ങനെ എൻട്രി എടുക്കാൻ പറ്റും? ഏതാ ഫസ്റ്റ് 5 മിനിറ്റിന്റെ മേളിൽ എൻട്രി എടുത്താലോ? അതെ. അല്ല, അത് ഫസ്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞു, തേർഡ് ക്യാൻഡിലും അപ്പ് ആണെങ്കിൽ ആ സമയത്ത് എൻട്രി ചെയ്യാൻ പറ്റും? നോക്കുക 15 മിനിറ്റ് നോക്കുക. 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക. 15 മിനിറ്റ് ക്യാൻഡിൽ 3 ക്യാൻഡിൽ കിട്ടും യൂഷ്വലി.
ഓ ഓക്കെ. 3 ക്യാൻഡിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. 10 o'clock വരെ അല്ലേ? ആ അപ്പൊ ആ 3 ക്യാൻഡിൽ ഇപ്പൊ ഇത് കണ്ടില്ലേ, 3 ക്യാൻഡിൽ ഉറപ്പായിട്ട് വന്നേക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇന്നലെ ഒരാൾ ഇത് എടുത്തായിരുന്നു BTST. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇത് ഇച്ചിരി ഇടയ്ക്കൊന്ന് താന്നായിരുന്നു. ഇവിടെ കണ്ടില്ലേ, പുള്ളി ഇവിടെ കണ്ട എടുത്തത്. ഇന്നലെ ക്ലോസ് ചെയ്തപ്പോ താന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പണിയാവുമെന്ന്. പക്ഷെ അത് പുള്ളി പ്രോഫിറ്റിൽ ഇറങ്ങിയെന്ന്. ഇപ്പൊ ആദ്യത്തെ മിക്കതിലും നമുക്കൊരു 15 മിനിറ്റിന്റെ ഒരു 3 ക്യാൻഡിൽ ബുള്ളിഷ് ആണെങ്കിൽ, അത് നല്ല വെയിറ്റഡ് നല്ല സ്റ്റോക്ക് ആണ്, ബുള്ളിഷ് ആണെങ്കിൽ അത് കിട്ടും നമുക്ക്. പിന്നെ ഇന്നൊക്കെ കുറെയൊക്കെ റിസൾട്ട് ബേസ്ഡ് ആയിരുന്നു. ഈ റിസൾട്ട് ബേസ്ഡ് സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം, എങ്ങനെ കാണണം? എങ്ങനെ കാണും, ടാറ്റ മോട്ടോഴ്സിന് പ്രോഫിറ്റ് ആയിട്ടാണ് താഴ്ത്തടിച്ചേണ്ടില്ല. അതൊന്നും പറയാൻ അതാണ് ചോദിച്ചത്. ഇപ്പൊ റിസൾട്ട് ബേസ്ഡ് ആണ്. നമ്മൾ 1 വീക്ക് മുന്നേ റിസൾട്ട് ഡേറ്റ് നോക്കിയിട്ട് 1 വീക്ക് മുന്നേ അതിന്റെ സ്വഭാവം നോക്കുക. ടാറ്റ മോട്ടോഴ്സ് പോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അതിന് മൂവ്മെന്റ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്ന അറിയാമായിരുന്നു. പക്ഷെ അത് ആ റെസ്പോണ്ട് കണ്ടിന്യൂഷൻ കിട്ടില്ല. പക്ഷെ അത് മൺഡേ വീണ്ടും കയറി പോകും. അപ്പൊ അത് ഇന്നലെ അദാനി END സിമ്പിൾ റിസൾട്ട് ലോസ് ആണല്ല, റിസൾട്ട് പ്രീവിയസ് ക്വാർട്ടറിനൊക്കെ കുറവാണ്, 50% കുറവാണ്. പക്ഷെ സ്റ്റോക്ക് കണ്ടോ ഇന്നലെ ഇടിഞ്ഞു. ഇന്നലെ 1 മണിയൊക്കെ ആയപ്പോഴേ നല്ലതായിട്ട് ഇടിഞ്ഞു. സ്റ്റോക്ക് നല്ലതായിട്ട് ഇടിഞ്ഞിട്ട് ഇന്ന് കണ്ടോ കയറിപ്പോയണ്ട, ഇന്ന് കയറിപ്പോയി. ഇന്നലെ ഇവിടെ 1 മണിക്ക്, ഇന്നലെ 1 മണിക്ക് ഇടിഞ്ഞ കണ്ട, ഇന്നലെ 1 മണിക്ക് ഇടിഞ്ഞിട്ട് ഇത് റോക്ക് ബോട്ടം ആണ്. അവിടുന്നാണ് ഞാൻ എടുത്തത്. കാരണം ഇതിനകത്ത് ഇനി പോവാനൊന്നും ഇല്ല. ഇത് പ്രീവിയസ് കുറെ നാളത്തെ ബോട്ടം ആണ്. ഇത് 2200 2200 മേളിൽ പിന്നെ 2200 ഉണ്ട്, പിന്നെ 900 കണ്ട. അപ്പൊ ഇതൊരു വലിയ സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ ഇവിടുന്ന് എന്തായാലും താഴോട്ട് പോകാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് എടുത്തത്. അപ്പൊ ഇവിടുന്ന് മേളിലോട്ടൊരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു ഡൗട്ട് കൊണ്ട് റിസൾട്ട് മോശമാണ്, ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി. പക്ഷെ അത് മേലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് നമ്മളിവിടെ ഒരു ക്വാളിറ്റി ഇവിടെ വീണ്ടും ഇത്രയും പോയിന്റ് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് ലോജിക്കലി കൂടെ നോക്കിയാൽ നല്ലതായിരിക്കും. HDFCയുടെയും സെയിം സ്റ്റോറി ആയിരുന്നല്ലേ സർ? അതായത് ഓൾമോസ്റ്റ് 52 വീക്സ് ലോ വന്നായിരുന്നു HDFC ഇന്നലെ. അത് തന്നെ മിനിഞ്ഞാന്ന്, സോറി ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. HDFC ബാങ്ക് ഓൾമോസ്റ്റ് 52 വീക്സ് ലോ ആയിരുന്നു. അവിടെ നിന്നാണ് തിരിച്ചു കയറിപ്പോയത്. ഒരു ഏറ്റവും ലോയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നല്ലൊരു സപ്പോർട്ട് അല്ലേ നോക്ക്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഏരിയ എന്ന് വരയ്ക്കണമെന്നില്ല, സോൺ വരച്ചാലും മതി. സോൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സോൺ വരച്ചു കഴിഞ്ഞാല് ഇതാണ് ഇതിന്റെ ഒരു പലപ്പോഴും സപ്പോർട്ട് എടുത്ത് പോയ സോണാണ്. ഇവിടുന്ന് എന്തായാലും ഇവിടുന്ന് ഒരു ബൈ കിട്ടുവാണെങ്കിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് കയറിപ്പോകും. ഇനി ഇതിനകത്ത് താഴ്ത്ത് വരാനൊന്നും ഇല്ല. താഴ്ത്ത് വന്നാൽ ചെറിയതായിട്ട് വന്നിട്ട് കയറിയും പോയിക്കോളും. അങ്ങനെയൊക്കെ നോക്കി എടുക്കുന്ന കുറച്ച് ഇതായിരിക്കും സ്റ്റോക്കിനകത്ത്, ഇത് BTST ഒക്കെ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാരും ഉണ്ടോ? ഉള്ള കുറച്ച് പേരുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ്. ജസ്റ്റ് ഇപ്പൊ നമ്മളെല്ലാരും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നവരാണ്. ഇൻഡിക്കേറ്റർ മാനിയ എന്ന് പറയുന്ന അസുഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാം ഇൻഡിക്കേറ്ററിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നതാണ്. പക്ഷെ പ്രിൻസിപ്പലി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്ന സംഭവമല്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോയ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈവ് ട്രേഡിങ്ങിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ റിലയബിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്, പ്രൈസിനെയും പ്രീവിയസ് പ്രൈസുകളെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പുതിയൊരു പ്രൈസ് ഫോം ചെയ്താൽ മാത്രമേ ഇൻഡിക്കേറ്റർ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ വരയ്ക്കത്തുള്ളൂ. പെട്ടെന്നൊരു സ്പൈക്ക് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ റോങ് ഇൻഡിക്കേഷൻ ഒക്കെ തരും. റോങ് ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അപ് ട്രെൻഡാന്ന് പറഞ്ഞിട്ട് കയറും, അത് ഡൗൺ ട്രെൻഡ് അടിക്കുകയും ചെയ്യും. ഇത് നമുക്ക് സ്ഥിരം ഉള്ളതല്ലേ? ഇല്ല, ആരും ഇല്ല. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം അതിന്റെ പ്രൈസ്, വോളിയം, ഓപ്പൺ ഇൻട്രസ്റ്റ്,
ഇതൊക്കെ നോക്കിയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല ഇൻഡിക്കേറ്റേഴ്സും പല ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പലര് അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ഫോം ചെയ്യുന്നതാണ്. അത് നമ്മൾ വാരി ഓരോരുത്തരിട്ടിട്ട് നമ്മൾ ഒരുപാട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ഇൻഡിക്കേറ്ററിലും തട്ടി താഴെ വീഴുമല്ലോ. അതുകൊണ്ട് മാക്സിമം ഇൻഡിക്കേറ്റർ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഈ ടോപ്പിക്കിൽ ഞാനൊന്ന് വായിച്ചിട്ട് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കാണാപ്പാടമൊന്നും അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാന്, ട്രെൻഡ് റിവേഴ്സ് മനസ്സിലാക്കാന്, പിന്നെ നമുക്ക് എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡിക്കേറ്ററിനെ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് പഠിച്ചപ്പോൾ നമ്മൾ ബൊളിഞ്ചർ ബാൻഡ് RSI ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഔട്ട് BTSTക്ക് വേണ്ടി സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ ക്ലാസ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ 1-2 ലീഡിങ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ പക്ഷെ യൂസ്ഫുൾ ആണ്, ചിലത് ലാഗിങ്ങും ആണ്. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചൊരു ഇൻഡിക്കേറ്റർ, ഒരു 5-6 ഇൻഡിക്കേറ്റർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതിന്റെ കോമ്പിനേഷൻസ് ആണ്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു ബേസിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കോമ്പിനേഷൻസ് ആണ് ബാക്കി പല വേഴ്സസിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഇൻഡിക്കേറ്ററിന് മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. ഓവർലേ ഇൻഡിക്കേറ്ററും വരും, ഓസിലേറ്റേഴ്സ് എന്ന് പറയും. ഓവർലേ എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ തന്നെ ഫോം ചെയ്യും. നമ്മൾ ഇപ്പോൾ ബൊളിഞ്ചർ ബാൻഡ്, മൂവിങ് ആവറേജ്, ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ ക്യാൻഡിലിന്റെ കൂടെ തന്നെ അത് മെർജ് ചെയ്തിട്ടാണ് വരുന്നത്. മറ്റേ ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ താഴെ സെപ്പറേറ്റ് ബോക്സിനകത്തായിരിക്കും ഓസിലേറ്റേഴ്സ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് 2 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്, ലീഡിങ് ഇൻഡിക്കേറ്ററും ലാഗിങ് ഇൻഡിക്കേറ്ററും. അപ്പൊ 90% ഇൻഡിക്കേറ്റേഴ്സ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈസ് ഫോം ചെയ്ത് പുതിയൊരു പ്രൈസിന്റെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഫോം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ട്രേഡ് നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. എല്ലാവരും ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പഠിപ്പിക്കുന്നതെല്ലാം നോക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. ആ ഇൻഡിക്കേറ്റർ അടിപൊളിയാണ്, ഈ ഇൻഡിക്കേറ്റർ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒക്കെ ഇട്ട് വ്യൂസ് ഒക്കെ മേടിക്കും. പക്ഷെ ആ ഇൻഡിക്കേറ്റർ എടുത്തിട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് എൻട്രി എക്സിറ്റ് ഒന്നും കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയ ഒരു ചാർട്ടില് അത് ഫോമായി വരും. ഫോമായി ചാർട്ട് ഫിനിഷ് ആകുമ്പോൾ, ട്രേഡിങ് ഫിനിഷ് ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവും. അതിന്റെ പ്രൈസ് എല്ലാം അതിനകത്തുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഫോം. പക്ഷെ നമ്മൾ റിയൽ ടൈം ചാർട്ടിൽ നമ്മൾ ചെറിയ ലോങ് പൊസിഷനിലല്ല, ഷോർട്ട് പൊസിഷനിൽ നമ്മൾ, ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്യൂറേഷനിൽ, സെല്ലല്ല ഷോർട്ട് എന്ന് വെച്ചാൽ ചെറിയ ഡ്യൂറേഷൻ നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് എന്തായാലും ഒരു 2-3 ക്യാൻഡിൽ പുറകിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. കറക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി കിട്ടത്തില്ല. ഇപ്പൊ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ ചാർട്ടുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ലാഗിങ് ഇൻഡിക്കേറ്റർ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ലാഗിങ് ഇൻഡിക്കേറ്ററിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് മൂവിങ് ആവറേജസ് എല്ലാം ലാഗിങ് ഇൻഡിക്കേറ്റർ. കാര്യം എന്ന് പറഞ്ഞാൽ അത് പ്രൈസുകൾ കമ്പയർ ചെയ്തിട്ടാണ് മൂവിങ് ആവറേജസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഓസിലേറ്റേഴ്സ് ഒക്കെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് RSI, സ്റ്റൊക്കാസ്റ്റിക് RSI, വില്യം പെർസെന്റേജ് R, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് പ്രീവിയസിന്റെ ബേസ് ചെയ്തിട്ട്, പ്രീവിയസ് പീരീഡ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു പുതിയ ട്രെൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയാം. പക്ഷെ മറ്റേതൊക്കെ കറണ്ട് പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, അതെല്ലാം ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതാണ് എസ്പെഷ്യലി മൂവിങ് ആവറേജ് ഒക്കെ ഇടുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ട്രെൻഡ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സ് സിഗ്നൽ നമുക്ക് ഫോർകാസ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ. അത് പ്രൈസ് ഫോം ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സിഗ്നൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് വെൽ വെൻ പ്രൈസ് മൂവ്സ് ഇൻ റിലേറ്റീവ് ലോങ് ട്രെൻഡ്സ്. ഇപ്പൊ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് മൂവിങ് ആവറേജ് വെച്ചിട്ട്, അല്ലെ 50 മൂവിങ് ആവറേജ്, 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത്, അല്ലെ ഗോൾഡൻ ക്രോസ് ഓവർ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വാങ്ങാം. അത് വർക്കാവും. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പഴയ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് അത് വർക്കാവും. പക്ഷെ അത് ഷോർട്ട് ഡ്യൂറേഷനിലാകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. എന്നുവെച്ചാൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ലാഗ് ഇൻഡിക്കേറ്റർ വെച്ച്.
അപ്പൊ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് ചാർട്ട് പാറ്റേൺസ് പഠിച്ചു, ക്യാൻഡിൽ പാറ്റേൺസ് പഠിച്ചു, ക്യാൻഡിൽ ടൈപ്സ് പഠിച്ചു, ചാർട്ട് പാറ്റേൺസ് പഠിച്ചു. പിന്നെ നമ്മുടെ കോമ്പിനേഷനിലുള്ള ലീഡിങ് ലാഗിങ് എല്ലാം കോമ്പിനേഷനിൽ എടുത്ത് കൺഫർമേഷൻ എടുത്ത് മാത്രമേ ട്രേഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ, ഇൻഡിക്കേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓൺ സ്ട്രാറ്റജി ട്രേഡ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ എനിക്ക് മറ്റേ ക്ലാസ് പറയുന്നുണ്ട്, ഞാൻ ഒരു സ്ട്രാറ്റജിയും പറഞ്ഞു തരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി, എന്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവത്തില്ല, ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വർക്ക് ആവത്തില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഓൺ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ജിത്തു ബ്രോ പറഞ്ഞോണം, ഇപ്പൊ ഞാൻ പറയുന്ന ബ്ലൈൻഡ്ലി കേട്ടോണ്ടിരുന്ന അങ്ങനെ കേട്ടോണ്ടിരിക്കണമല്ല. ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവത്തില്ല. അതിനകത്ത് എനിക്ക് പല കൺവിക്ഷൻസ് ഉണ്ടാവും, അത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും സസ്റ്റെയിൻ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നിങ്ങളിപ്പോ ഒരു സാധനം ഉണ്ടാക്കിയാൽ മാത്രമേ റിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയിലുള്ള പ്രോസും കോൺസും എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഓൺ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ഒരു സ്ട്രാറ്റജി കോപ്പി ചെയ്തിട്ട് വർക്ക് ആവാൻ പോകുന്നില്ല. അപ്പൊ യൂട്യൂബിൽ കണ്ടു പഠിച്ചാലും വർക്ക് ആവത്തില്ല, ഫീസ് കൊടുത്ത് പഠിച്ചാലും വർക്ക് ആവത്തില്ല, 1 ലക്ഷം രൂപയുടെ കോഴ്സ് പഠിച്ചാലും വർക്ക് ആവത്തില്ല, മാർക്കറ്റ് പ്രൊഫൈൽ പഠിച്ചാലും വർക്ക് ആവത്തില്ല, ഓർഡർ ഫ്ലോ പഠിച്ചാലും വർക്ക് ആവത്തില്ല, സ്മാർട്ട് മണി കൺസെപ്റ്റ് പഠിച്ചാലും ഇനി വർക്ക് ആവാൻ പോകുന്നില്ല. ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഓൺ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ക്ലിയർ ആണോ? അത് എഗ്രി ചെയ്യുന്നുണ്ടോ? എല്ലാരും എഗ്രി ചെയ്യുന്നുണ്ടോ ഈ കാര്യത്തോട്? പോയല്ലേ? എന്നുവെച്ചാൽ നിങ്ങള് ഒരു കോൺട്രിബ്യൂഷൻ, നിങ്ങൾ ഈ ചാർട്ടിന്റെ കൂടെ നിന്ന് ചാർട്ട് നോക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാകത്തുള്ളൂ. ഞാൻ മിക്കപ്പോഴും കണ്ണടച്ച് നെക്സ്റ്റ് ഡേ ഇന്നത് വരും എന്ന് പറയുന്നത് ആ ചാർട്ടിന്റെ ഒരു സ്വഭാവം മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കാം എന്നുള്ള ഒരു, അല്ലാതെ ഞാൻ കാര്യമായിട്ട് കൂടുതൽ അനാലിസിസ് ഒന്നും ചെയ്തിട്ടല്ല. നമുക്ക് നാളെ ഗ്യാപ്പ് അപ്പ് ആവാം, അല്ലെങ്കിൽ നാളെ ഫ്ലാറ്റ് ആവാം എന്നൊക്കെ പറയുന്നത് പ്രീവിയസ്ലി ഇതൊക്കെ ഉള്ള സിറ്റുവേഷൻ നമ്മളിങ്ങനെ ഒരു 3-4-5 കൊല്ലമായിട്ട് ഇതിന്റെ കുറെ നിൽക്കുന്നതുകൊണ്ട് നമുക്കതൊരു ഓട്ടോമാറ്റിക് വരും. നിങ്ങൾക്കും അത് പറയാൻ പറ്റും. നിങ്ങൾക്കും പലപ്പോഴും നിങ്ങൾ അങ്ങനെ കൺവെൻഷനിലല്ല നിങ്ങൾ BTS എടുക്കുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് വർക്കാവും. രണ്ടാമത്തെ കാര്യം, ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി മിനിമം ഒരു 30 ദിവസമെങ്കിലും ടെസ്റ്റ് ചെയ്യുക, കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുക. ചെറിയ ലോഡ് സൈസ് ഇട്ട് 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെറിയ ട്രേഡ്, ഒരു 2-3 ട്രേഡ്, ഒരു ദിവസം 2 ട്രേഡ് അല്ലെങ്കിൽ 3 ട്രേഡ് മാക്സിമം എടുത്ത് ചെറിയ ലോട്ട്, 1 ലോട്ടോ 2 ലോട്ടിലോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാവുന്ന ലോസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക സ്ട്രാറ്റജി. കണ്ടിന്യൂസ്, ഒരു കാരണവശാലും സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യരുത്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആക്യുറസി ഒന്ന് നോക്കുക. അത് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആക്യുറസി 30 ദിവസം നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത 30 ദിവസം പ്രോഫിറ്റ് എടുക്കണ്ട. നിങ്ങൾ ഈ 30 ദിവസം നിങ്ങൾക്ക് പിന്നെ ഒരു 30 കൊല്ലത്തേക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് ഈ 30 ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി ആണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നത് 60% പുറത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. 60% ആക്യുറസി ഉണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ്. ഓക്കെ, നിങ്ങൾ വേറെ സോഫ്റ്റ്വെയർ ഇപ്പൊ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിനകത്തൊന്നും നമ്മുടെ ഈ റിയൽ ടൈം ട്രേഡ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഇന്ത്യ വിക്സിന്റെ കോൺട്രിബ്യൂഷനോ അതൊന്നും അതിനകത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നില്ല. ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള പ്രൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്തെടുക്കുകയാണ്. പക്ഷെ റിയൽ ടൈം ട്രേഡ് വരുമ്പോൾ അതിനകത്ത് പ്രീമിയത്തിന്റെ മൂവ്മെന്റുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ റിയൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുക 30 ദിവസം കണ്ടിന്യൂസ്, ഒരേ സ്ട്രാറ്റജി, ഒരു കാരണവശാലും സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യരുത്. ചേഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് 30 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ലോട്ട് കൂട്ടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് കറക്ഷൻ വരുത്തോണ്ട് കറക്ഷൻ വരുത്തിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അവിടുന്ന് ഇവിടുന്നും അതും ഇതൊക്കെ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പല സമയത്ത് എൻ്റെ ഫ്രണ്ട് പുള്ളി ബാങ്ക് നിഫ്റ്റി ബൈ മാത്രം, ഈവൻ മാർക്കറ്റ് ഡൗൺ ആയാലും ബൈ. അത് പുള്ളി എടുക്കുന്ന 100 രൂപയുടെ പ്രീമിയം ഉള്ളത് 10 തൊട്ട് 15 പോയിന്റ് വരെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 10 തൊട്ട് 15 പോയിന്റ്, മാക്സിമം 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ബൈ അറ്റ് ഡിപ്പ്.
ഈ ഒറ്റ സ്ട്രാറ്റജി. അത് മാർക്കറ്റ് ഇനി കൂപ്പ് കുത്തി വീണാലും ബൈ. 2 സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ നിർത്തും, 2 അല്ലെങ്കിൽ 3 സ്റ്റോപ്പ് ലോസ് മാക്സിമം. എന്നാലും ബൈ അറ്റ് ലോ വീണ്ടും ട്രൈ ചെയ്യും. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി ഒരു കാരണവശാലും പി എടുക്കത്തില്ല, എല്ലാം സി മാത്രം. സി ബൈ അറ്റ് ലോ എവരി ഡിപ്പിൽ വാങ്ങിക്കൊണ്ടേയിരിക്കും. 10 പോയിന്റ് അല്ലെ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഈ സ്ട്രാറ്റജി നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന 100 പോയിന്റ് ആണെങ്കിൽ ചില ദിവസം ബാങ്ക് നിഫ്റ്റി 400 പോയിന്റ് 500 പോയിന്റ് കയറി പോകാറുണ്ട്. അപ്പൊ ഈ 100 പോയിന്റ് കഴിച്ചു കഴിഞ്ഞ് 300 പോയിന്റ് എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റ് അല്ലേ? അല്ലെ എൻഡ് ഓഫ് ദ മന്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 10 പോയിന്റ് വെച്ച് 10 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വെച്ചോട്ടെ, അല്ലെ 10 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഒരു 3 ദിവസം ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അടുത്ത 3 ദിവസം അപ് ട്രെൻഡ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 3 സ്ട്രാറ്റജിയിൽ നമ്മൾ പറയാറുള്ളത്. മിനിമം 3 ദിവസം അപ് ട്രെൻഡ് ഉണ്ടോ, മിനിമം 3 ദിവസം ഡൗൺ ട്രെൻഡ് ഉണ്ടോ. അപ്പൊ അപ് ട്രെൻഡ് ഉള്ള ദിവസം എല്ലാം പുള്ളിക്ക് പ്രോഫിറ്റ് കിട്ടും. 300-400 പോയിന്റ് ഒക്കെ വെച്ചാൽ അവിടുന്ന് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോയാൽ മതി. 100 പോയിന്റ് വെച്ച് ബുക്ക് ചെയ്യുക, വീണ്ടും ഡിപ്പ് വരുമ്പോൾ വീണ്ടും ബൈ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. വേറൊരു പുള്ളി RSIയുടെ 35-75 സ്ട്രാറ്റജി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. RSI 35 വരുമ്പോൾ എൻട്രി എടുക്കും, തിരിച്ച് വിവാപ്പും RSI ഇട്ട് 35 വരുമ്പോൾ എൻട്രി എടുക്കും, 75 വരുമ്പോൾ ഇറങ്ങും. തിരിച്ച് 75 താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കും, PE 35 എത്തുന്നതിന് മുന്നേ എക്സിറ്റ് ആവും. വർക്കാവും, 1-2 സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പം പുള്ളി 75 എടുക്കും. പുള്ളിയുടെ RSIന് തൊട്ട് മേളിൽ 5 പോയിന്റ് ഒക്കെയാണ് പുള്ളി സ്റ്റോപ്പ് ലോസ് ഇടുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്ട്രാറ്റജികൾ വർക്കാവും. ഇത് നമ്മൾ ഓൺ സ്ട്രാറ്റജി നമ്മൾ തന്നെ തല തല്ലി പൊളിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അത് വന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഈ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ട്രെൻഡിങ് മാർക്കറ്റിലും ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് സൈഡ് വേ മാർക്കറ്റിലാണ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് ഈ ഓവർബോട്ടും ഓവർസോൾഡും കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലും, ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ട്രെൻഡിങ് മാർക്കറ്റ്. ലാഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇവൻ ലാഗ് ആണെങ്കിൽ പോലും ആ 100% ട്രെൻഡിന്റെ ഒരു 30-40% നമുക്ക് മിസ്സാവും. പക്ഷെ ബാക്കി 70% ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ ട്രെൻഡ് പിടിക്കാൻ പറ്റില്ല. അത് ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ മാത്രം ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ട്രെൻഡ് പിടിക്കാൻ പറ്റും. അല്ല ഇത് റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ നമ്മൾ ലാഗിങ് ഇൻഡിക്കേഷൻ തന്ന് നമ്മൾ കയറി കഴിയുന്ന ഉടനെ മാർക്കറ്റ് റിവേഴ്സ് ആവും ഓടുന്നു. അതുകൊണ്ടാണ് അത് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് അതിൽ വർക്ക് ആവില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കരുതി വെക്കുക. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? ഹലോ, ഓക്കെ. So ഇതൊക്കെ ജനറൽ ആണ്. ടെക്നിക്കൽ അനാലിസിസ് ഫോക്കസ് ഓൺ പാറ്റേൺസ് ഓഫ് പ്രൈസ് മൂവ്മെന്റ്സ്, ട്രേഡിംഗ് സിഗ്നൽസ് ആൻഡ് വേരിയസ് or analytical charting to evaluate the strength and weakness of the script. So technically used to security historical trending data. It includes stocks, futures, commodities, fixed income, currencies and other securities. ഇത് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എല്ലാ സ്ക്രിപ്റ്റിലും യൂസ് ചെയ്യാൻ പറ്റും. അത് മെയിൻ ആയിട്ട് നമ്മൾ ചില ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റിന് പറ്റിയതും ആയിരിക്കത്തില്ല. ഇത് ഫോറക്സിന് വേണ്ടി ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ മിക്ക ഇതും ഫോറക്സിനൊക്കെ വേണ്ടിയിട്ട്, ഫോറക്സിന് കമ്മോഡിറ്റിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് എടുക്കുമ്പോൾ അതൊന്ന് നോക്കിയിട്ട് എടുക്കുക. കോമൺ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് കുഴപ്പമില്ല. നമ്മൾ വല്ല ചില സ്പെഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓവർലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ യൂസ് ദ സെയിം സ്കെയിൽ ആസ് എ പ്രൈസ് ആസ് പ്ലോട്ടഡ് ഓവർ ദ ടോപ്പ് ഓഫ് ദ പ്രൈസ് ആൻഡ് ദ സ്റ്റോക്ക് ചാർട്ട്. സോ മൂവിങ് ആവറേജും ബൊളിഞ്ചർ ബാൻഡും ഒക്കെ ഈ സെയിം പ്രൈസിൽ തന്നെ സെയിം ഇതിൽ തന്നെ ഓവർലേ ചെയ്യും. ചാർട്ടിന് മേളിൽ തന്നെ ഇത് വരുന്നതുകൊണ്ടാണ് അതിന് ഓവർലേ എന്ന് പറയുന്നത്. അത് സെയിം പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മൂവിങ് ആവറേജ് എല്ലാം പ്രൈസ് ബേസ്ഡ് ആണ്. പ്രീവിയസ് പ്രൈസിനെ കാൽക്കുലേറ്റ് ചെയ്ത് പ്രൈസ് ബേസ്ഡ് ആണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഓസിലേറ്റേഴ്സ് അങ്ങനെ ഇടാൻ പറ്റാത്ത പറഞ്ഞാൽ ഓസിലേറ്റേഴ്സ് 0 to 100 അല്ലെങ്കിൽ 0 to -100 അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലാണ് ഓസിലേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓസിലേറ്റേഴ്സിന്റെ ആ റേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് താഴെ സെപ്പറേറ്റ് കൊടുക്കുന്നത്.
ഇപ്പൊ ഓസിലേറ്റേഴ്സിൽ വരുന്ന സ്റ്റൊക്കാസ്റ്റിക്, RSI, MACD ഒക്കെ ഓസിലേറ്റേഴ്സിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന ബേസിക് ആയിട്ടുള്ള പിവറ്റ് ലെവൽസ് ആണ്. എന്താണ് പിവറ്റ് ലെവൽസ് എന്ന് പറയാം. നമുക്കറിയാം എല്ലാവർക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെയിൻലി പിവറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. പിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള കീ ലെവൽസ് ആണ് ബേസിക്കലി വരുന്നത്. പ്രൈസ് റിയാക്ട് ചെയ്തേക്കുന്ന കീ ലെവൽസ് ആണ് ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് പ്രീവിയസ് ഹൈയും ലോയും ബേസ് ചെയ്തിട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ഫെബിനാച്ചി, വുഡി, ക്യാമറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കാൽക്കുലേഷൻസ് വെച്ചിട്ട് കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. Pivot point analysis technique determine the key levels of the price reactive. Pivot point tend to function as a support and resistance can be turning points. This technique commonly used to day trades. So the concepts valid for various time frames. Okay. Pivots അതിനെ കുറിച്ച് അറിയാലോ എല്ലാവർക്കും. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഹലോ, റെസ്പോണ്ട് ചെയ്യാത്തോണ്ട് എനിക്ക് ക്ലിയർ ആണ്. ഓക്കെ. പിവറ്റ് പോയിന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു സെൻട്രൽ പിവറ്റ് പോയിന്റ് ഉണ്ടാവും. പിന്നെ റെസിസ്റ്റൻസ് 1, സപ്പോർട്ട് 1, റെസിസ്റ്റൻസ് 2, സപ്പോർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഈ പിവറ്റ് സെൻട്രൽ പിവറ്റിന് മേലെയും താഴെയുള്ള പല ലെവലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെൻട്രൽ പിവറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മീൻ ആണ്, ഇത് മീൻ വാല്യൂ ആണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് നടക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് എപ്പോഴും ഇവിടെ വന്നിട്ട് എവിടെ പോയാലും തിരിച്ചിവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു പോകുന്നത് നമ്മൾ പറയാറുള്ളത്. അതാണ് പിവറ്റ് ലെവലിന്റെ ഒരു പ്രത്യേകത. ഇപ്പം ചാർട്ടിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ചാർട്ടിൽ ഒരു വോളിയം പീക്കായിട്ടുള്ള നിങ്ങൾക്ക് അറിയണം. ഇപ്പം നമ്മളിപ്പോ ഗോ ചാർട്ടിലൊക്കെ ആണെങ്കിൽ വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിപ്പോ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഫിക്സഡ് വോളിയം ആങ്കർ എടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ ഹൈ പോയിന്റും ഇതിന്റെ ലോ പോയിന്റൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രേഡ് വോളിയം നടന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടാണ് 14.95. ഇതിന് നമുക്ക് പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ ഒരു മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടാണ് ഈ പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ വോളിയം എന്ന് നടന്നത്. ഈ ബ്ലൂ യെല്ലോ എന്ന് പറഞ്ഞ ബൈ വോളിയം സെൽ വോളിയം ആണ്. ബിഡ് ആസ്ക് വോളിയം ആണ് ഈ ഗ്രീനും ബ്ലൂവും യെല്ലോ എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ ഒരു ചാർട്ടിലൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സപ്പോർട്ടൊക്കെ എടുത്തുന്നിരിക്കും മാർക്കറ്റ്. അപ്പൊ നാളത്തെ മാർക്കറ്റ് ഇതിന് മേളിലാണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മേലോട്ട് പോകും, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഡയറക്റ്റ് നമുക്ക് ഇത് ഇൻഡിക്കേറ്റർ അല്ല. ഇപ്പൊ ഫ്രീ വേർഷനകത്ത് നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ടൂളാണ്. അപ്പൊ ഈ ടൂൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇതിന്റെ പീക്ക് ലെവൽ എവിടാന്ന് അറിയാൻ പറ്റും പ്രീവിയസ് ഡേയില്. ഇപ്പൊ നാളത്തെ മാർക്കറ്റ് നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന വാല്യൂ ഇതാണെന്ന്. ഇതിനകത്ത് ഫിക്സഡ് റേഞ്ച്, വോളിയം പ്രൊഫൈല് ഇത് സെയിം തന്നെയാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഗോ ചാർട്ടിനകത്തുള്ളത്. ഇതിന്റെ ഹൈയും ലോയും ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടാണ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നത്. ഓക്കെ, ഇനി പിവറ്റ് ലെവല് ഡിറ്റർമിൻ ചെയ്യാൻ ഇൻട്രാഡേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന. ഓപ്പൺ, ഹൈ, ലോയും ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഓപ്പൺ പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ് ആണ് പ്രീവിയസ് ഡേയിലെയും കറണ്ട് ഡേയിലെയും വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പി ആണ് പിവറ്റ് ലൈൻ. പിവറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ പ്ലസ് പ്രീവിയസ് ഡേ ലോ പ്ലസ് പ്രീവിയസ് ഡേ ക്ലോസ്, ഈ 3 പ്രൈസ് വെച്ചിട്ടാണ് ഇതെടുത്തത്. അതിന്റെ ആവറേജ് ആണ് ഡിവൈഡ് ബൈ 3. 3 ആകുമ്പോൾ നമുക്കറിയാലോ 1+1+1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ്. അപ്പൊ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ക്ലോസ്, ഇതിന്റെ ആവറേജ് എടുക്കുമ്പോഴാണ് ആ ഒരു പ്രൈസ് ലൈൻ കിട്ടുന്നത്. ഇതാണ് പിവറ്റ് ലൈൻ, സെൻട്രൽ ലൈൻ. ഇനി സപ്പോർട്ട് 1 എന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 2P ഓൾറെഡി നമുക്ക് കിട്ടി, പിവറ്റ് ലൈൻ പോയിന്റ് കിട്ടി. 2 പിവറ്റ്
മൈനസ് പ്രീവിയസ് ഡേ ഹൈ. പ്രീവിയസ് ഡേ ഹൈ ഇതിൽ നിന്ന് കുറച്ച് 2 കൊണ്ട് പിവറ്റ് ലൈനിന്റെ വാല്യൂനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൈസ് ലൈനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രീവിയസ് ഡേ ഹൈ കുറച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് 1 ആവും. സപ്പോർട്ട് 2 എടുക്കുന്നത് പിവറ്റ് മൈനസ് R1. അതിനിപ്പോ ഇതിനുവേണ്ടി R1 കാൽക്കുലേറ്റ്. R1 എന്ന് പറഞ്ഞാൽ 2 പിവറ്റ് മൈനസ് പ്രീവിയസ് ഡേ ലോ. പ്രീവിയസ് ഡേ ലോ 2P കുറച്ച് കഴിഞ്ഞാൽ R1 ആവും. അപ്പൊ R1 S1 ആയി കഴിഞ്ഞാൽ R1 മൈനസ് S1 ആണ് S2 വരുന്നത്. ഇനി S2 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ലോ മൈനസ് 2 ഇൻറ്റു പ്രീവിയസ് ഡേ ഹൈ മൈനസ് P. ഇതിന്റെ നേരെ തിരിച്ച് ഉള്ള കാൽക്കുലേഷൻ ആണ് R3 വരുന്നത്. പ്രീവിയസ് ഡേ ഹൈ പ്ലസ് 2 ഇൻറ്റു P മൈനസ് പ്രീവിയസ് ഡേ ലോ. ഇതാണ് ഇതിന്റെ ഒരു ലോജിക്ക്. ഇതിനകത്ത് S1, S2, S3 സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3, R1, R2, R3 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3. അപ്പൊ ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ രാവിലെ കുത്തിയിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരച്ചു വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി എടുത്തിട്ടാൽ മതി. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റതാ. ഹലോ, ഒക്കെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല. ഇനി പിവട്ടിനെ എല്ലാം ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഓരോരുത്തർ പല ആൾക്കാര് അവരുടെ ഒരു ഇതിലേക്ക് അവര് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് വുഡി പിവട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസിനാണ് മോർ വെയിറ്റേജ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ക്ലോസിങ്ങും ഓപ്പണിങ് ലോയും ഹൈയും ക്ലോസിംഗ് ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ ഇതിന് ക്ലോസിംഗ് പ്രൈസിനാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ പിവട്ട് പോയിന്റ് PP ആണ്. ഹൈ പ്ലസ് ലോ പ്ലസ് 2C, അതായത് 2 ഇൻറ്റു 2 വെയിറ്റേജ് കൂടുതൽ കൊടുത്തേക്കാണ് ഇൻറ്റു 2C. ഇവിടെ ആവറേജ് ആണ് എടുക്കുന്നത്. ഹൈ ലോയ് 2C, അപ്പൊ 2, 3, 4 ഡിവൈഡ് ബൈ 4. അപ്പൊ ഇതിന്റെ ആവറേജ്. അപ്പൊ പക്ഷെ ക്ലോസിങ്ങിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ S1 കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 ഇൻറ്റു PP മൈനസ് ഹൈ, 2 ഇൻറ്റു PP മൈനസ് ലോ ആണ് റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് വുഡി പിവട്ടിൽ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ പിവട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിവട്ട് ആണെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇത് പിവട്ട് ആണെങ്കിൽ ഈ പിവട്ടിനകത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാം ഏത് പിവട്ടാണ് നമുക്ക് വേണ്ടതെന്ന്. ട്രഡീഷണൽ ആണോ, വുഡി ആണോ? വുഡി ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. വുഡിയുടെ ഗ്യാപ്പ് മാറിയുണ്ട്. അപ്പൊ അത് കുറച്ച് വലിയ ഇതാണ്. അപ്പൊ നമ്മള് നോക്കുക ഏതാണ് ബെസ്റ്റ് നോക്കാമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം യൂസ് ചെയ്യുന്ന ഓരോരുത്തർ സൗകര്യത്തിന്. ഇപ്പൊ നിങ്ങൾ ക്ലോസിംഗ് പ്രൈസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് ഇത് സൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ട്രഡീഷണൽ, ഫിബനാച്ചി, ക്ലാസിക്, DM, കാമറില്ല, ഇതെല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നേരത്തെ R1 1504 ആയിരുന്നെങ്കിൽ ഇപ്പൊ R1 1496. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി വന്ന നോർമൽ കാൽക്കുലേഷനിൽ എടുക്കുന്നതാണ്. വുഡി ആകുമ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് റെസിസ്റ്റൻസ് സപ്പോർട്ടുകളൊക്കെ കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വോളറ്റൈൽ ആയിട്ടുള്ള നമ്മൾ അതിട്ടേക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി പോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒക്കെ ഇന്ന് ചത്ത് കിടന്നതാ. ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നുണ്ടോ, ഫുള്ളി ഒരു ബോക്സിനകത്ത് നിൽക്കുക. കാര്യമായിട്ടൊരു മൂവ്മെന്റും ഇല്ലായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെയാണ് വുഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫിബനാച്ചി ആണെങ്കിൽ ഇത് ഫിബനാച്ചി നമ്പേഴ്സ് ഉണ്ട്, സീരീസ് ഓഫ് നമ്പേഴ്സ്. ഇത് യുണീക്ക് നമ്പേഴ്സ് ആണ്. നമ്മൾ നേച്ചറിൽ പലയിടത്തും കാണുന്നത്. നമ്മൾ ഫിബനാച്ചിയുടെ ഒരു ടോപ്പിക്ക് പിന്നെടുക്കാം, ഒരു ക്ലാസ് സെപ്പറേറ്റ്. അപ്പൊ അതിന് കുറച്ച് വാല്യൂസ് ഉണ്ട്, കാൽക്കുലേഷൻസ് ഉണ്ട്, അതിന്റെ പെർസെൻറ്റേജ്. അത് വെച്ചിട്ട് ഈ കാൽക്കുലേഷനെ നമ്മുടെ പിവറ്റ് ലൈൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും എന്നാണ് പറയുന്നത്. So Fibonacci pivot levels are determined by first calculating the pivot points like a standard method, multiplying the previous day's range its corresponding Fibonacci level. Most traders use 32, 68, 100% calculation.
അപ്പം 38.2, 61.8, 100%. ഈ 3 നമ്മുടെ സ്റ്റാൻഡേർഡ് പിവറ്റിന്റെ കാൽക്കുലേഷനിലാണ്. സ്റ്റാൻഡേർഡ് പിവറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് പിവറ്റ് മൈനസ് ഹൈ മൈനസ് ലോ, പിവറ്റ് മൈനസ് ഹൈ മൈനസ് ലോ, പിവറ്റ് മൈനസ് ഹൈ മൈനസ് ലോ എന്ന സെയിം കാൽക്കുലേഷൻ ആണ്. ഇതിൽ നിന്ന് ഇതിനെ ഫിബനാച്ചി നമ്പർ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസ് കിട്ടും. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫിബനാച്ചി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മള് ഫിബനാച്ചി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് റേഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത്, R1 പോയി നിൽക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ ആക്യുറേറ്റ്സ് ലെവൽസ് ഒക്കെ ആയിരിക്കും ഫിബനാച്ചിയിൽ നമുക്ക് കിട്ടുന്നത്. എന്നും പറഞ്ഞ് ഫിബനാച്ചി ഫോളോ ചെയ്യാനൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഓണായിട്ട് നിങ്ങളൊരു കണ്ടുപിടിക്കുക. നിങ്ങൾ പലതും ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി അടുത്ത വേറൊരു ഫേമസ് ടൈപ്പ് ആണ് ക്യാമറില്ല. ക്യാമറില്ല പിവറ്റ് കുറച്ചുകൂടെ ക്ലോസ് റേഞ്ചുകളാണ്. നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാമറില്ല യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സിൽ അത്യാവശ്യം രാവിലത്തെ മൂവ്മെന്റ് ഒക്കെ പിടിക്കാൻ ക്യാമറില്ല നല്ലതാണ്. ക്യാമറില്ല പ്രൊഡ്യൂസ് പ്രീവിയസ് ഡേ ക്ലോസ് ആൻഡ് റേഞ്ച് ടു കാൽക്കുലേറ്റ് സപ്പോർട്ട്. ഇറ്റ് കാൽക്കുലേറ്റ്സ് ഫോർ 8 മേജർ ലെവൽസ്. ഇതിന് S4ഉം R4ഉം ഉണ്ട്. ഇങ്ങനെ S5 R5 ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ 1 ഇതിന്റെ നമ്പേഴ്സ് ഉണ്ട് 1.16, 1.25, 1.5. ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫിബനാച്ചി നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ ഒരു ഫിക്സഡ് വാല്യൂസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. Multiply this concept is Camilla properties like based on idea that prices natural tendency to revert back to the mean in case the previous days close. അപ്പം ഇതിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഒക്കെ നല്ല ലെവൽസ് കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാമറയിൽ R5 വരെ കിട്ടും. ചില ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് R2 to R3 യൂഷ്വലി കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. R2 to R3 ഒരു കൺഫേംഡ് മൂവ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ ക്യാമറയിലേക്കകത്ത്. ഒരു R2 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ R3 വരെ എന്തായാലും അത് ഉറപ്പായിട്ടൊന്ന് പോകും. അപ്പൊ അതൊന്ന് നോക്കുന്നതല്ലായിരിക്കും. ഇപ്പൊ ഇവിടെയൊക്കെ ആയാലും ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാൻഡിലിൽ നോക്കുന്നതായിരിക്കും നല്ലത്. സ്കാൽപ്പിംഗ് പർപ്പസ് അല്ലേ. ക്യാമറയിലേക്കകത്ത് ഓൾമോസ്റ്റ് മിക്ക ലെവൽസും റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് ക്യാമറയിൽ വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിലും എന്തുണ്ട്, അത്യാവശ്യം ലെവൽസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സി അപ്പൊ ഇതൊരു ഗുണമായിട്ടുള്ളത് തോന്നുന്നില്ലേ ക്യാമറയില്ല? നിങ്ങളൊന്ന് നമ്മള് R5 ഒക്കെ കഴിഞ്ഞു പോയാൽ എടുക്കാൻ പാടില്ലേ? R5 നോക്കുമ്പോൾ നല്ല ട്രെൻഡിങ് മാർക്കറ്റ് ആയിരിക്കും. R5 കഴിഞ്ഞാൽ പിന്നെ R6 മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിടേണ്ടി വരും. അതല്ല അപ്പൊ സ്റ്റോക്കിന്റെ കാര്യം പറയുന്നേ. അതെ R4ഓ R5ഓ കഴിഞ്ഞു പോകുമ്പോ അത് നമ്മള് ഇഗ്നോർ ചെയ്യണം. R5 കഴിയുമ്പോ നമ്മൾ ഡേ സപ്പോർട്ട് എടുത്തിട്ട് നോക്കുക. ഓക്കെ. അപ്പൊ ഡെയിലി ചിലപ്പോ കിട്ടിയെന്നിരിക്കും. ഡെയിലി സപ്പോർട്ട് കുറച്ചുകൂടെ വലുതല്ലേ. നമ്മള് അന്നത്തെ ഇൻട്രാഡേ സപ്പോർട്ട് ഒഴിവാക്കിയിട്ട് ഡേ സപ്പോർട്ട് അല്ലെ വീക്കിലി സപ്പോർട്ട് എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് റിജക്ഷൻ വരില്ലേ? അത് R4 ആണോ ആ ഏരിയയിൽ എത്തുമ്പോ?
R5 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ് മാർക്കറ്റ്. പിന്നെ അത് ഓവർബോട്ട് ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഓവർബോട്ടാണ്. പിന്നെ അത് അപ്പർ സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആണ്. പിന്നെ അത് പുതിയൊരു ലെവലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എവിടുന്ന് റിവേഴ്സ് ആവും, മനസ്സിലായില്ലേ? അത് അഴിച്ചു വിട്ടങ്ങ് പോയതല്ലേ. പിന്നെ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല എവിടുന്ന് റിവേഴ്സ് ആവും. മിക്കതും ചില ദിവസമൊക്കെ R5 ഒക്കെ ചെയ്തു പോകാറുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുവാണെങ്കിൽ ഈ സപ്പോർട്ട് ഒന്ന് മാറ്റി മാറ്റി ഇട്ട് നോക്കുക. റേഞ്ച് കൂടിയ സപ്പോർട്ടുകളുണ്ടല്ലോ. ഇപ്പൊ ട്രഡീഷണലാണ് ഇത്രയും വരുന്നതെങ്കിൽ വുഡിൽ കിട്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ ഹയർ റേഞ്ച് കിട്ടും. ഇത് കണ്ടില്ലേ, നല്ല ഗ്യാപ്പ് അല്ലേ എല്ലാത്തിനും. R5 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റേഞ്ച് കിട്ടുമല്ലോ. R4 ഒക്കെ ഇവിടെ അല്ലേ, നേരത്തെ R5 ഇവിടെ ആയിരുന്നു, ഇവിടെ R4 ഇവിടെ വന്നില്ലേ. അപ്പൊ സപ്പോർട്ട് ഇത് മാറ്റിയിട്ട് നോക്കുക, റെസിസ്റ്റൻസ് സപ്പോർട്ട് ടൈപ്പ്. അപ്പൊ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോക്സിമേറ്റ് ലെവൽ കിട്ടും, അത്ര തന്നെ, ജസ്റ്റ് ഫോർ ഇൻഡിക്കേഷന് വേണ്ടി. ഇല്ലെങ്കിൽ ഇത് പുതിയ പ്രൈസ് അല്ല, 52 വീക്സ് ഹൈ ഒന്നും അല്ല, ന്യൂ ഹൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് ഡേ ക്യാൻഡിൽ ഇട്ട് നോക്കി കഴിഞ്ഞപ്പോ സ്റ്റോക്ക് എടുക്കാം. ഇപ്പൊ ഒരു R5 ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് നേരെ ഡേ ക്യാൻഡിൽ ഇട്ട് നോക്കുക, പ്രീവിയസ് ലെവൽ വരയ്ക്കുക. ഇപ്പൊ ഇവിടെ അല്ലേ നിൽക്കുന്നേ, ഇതിപ്പോ R5 ക്ലോസ് ചെയ്ത് നിൽക്കുക. എനിക്ക് അടുത്ത ലെവൽ വരയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി വരയ്ക്കുക അടുത്ത ലെവല്. അതാണ് അടുത്ത റെസിസ്റ്റൻസ്. ഇവിടെ റെസിസ്റ്റൻസ് ആയില്ലേ, ഇവിടെ ആയില്ലേ, ഈ ഒരു ഏരിയ. ഇങ്ങനെ വരച്ചൂടെ, പുതിയ പ്രൈസ് അല്ലെങ്കിൽ, ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ. ഓക്കെ, ഓൾ ടൈം ഹൈ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ പിന്നെ നമ്മള് ATRും വർക്ക് ആവത്തില്ല. ATRും ഒരു പരിധി വരെ വർക്ക് ആവത്തുള്ളൂ. ATR ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു എത്ര പോയിന്റ് മൂവ് ആവുമെന്ന് അറിയാൻ പറ്റും, അത്രേ ഉള്ളൂ. ATR ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ് 6 പോയിന്റ് അപ്പോ അല്ലെങ്കിൽ 10 പോയിന്റ്. ഇപ്പൊ നല്ല പീക്കിൽ പോവാണെങ്കിൽ ATR ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അതൊരു 10 പോയിന്റ് മേലോട്ടും താഴോട്ടും പോകാൻ സാധ്യത ഉണ്ട്. എന്നാലും മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല മൂവ്മെന്റ് ഉള്ള സ്റ്റോക്ക് ഏതായിരുന്നു? 20% ഒന്നും പോയല്ലേ. ലാൽപത്ത് ലാബ്. ഓക്കെ, ലാൽപത്ത് ലാബിന്റെ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 പോയിന്റ് വരെയൊക്കെ അപ്പും താഴെ വരും. ഇവിടെ ഒക്കെ വരുന്നത് ഇവിടെ നിന്നൊക്കെ ഇനി റീട്രേസ് ചെയ്യണമെങ്കിൽ 10 പോയിന്റ് ഒക്കെ മേലോട്ട് പോകാനുള്ള സാധ്യത ഉള്ളൂ. അതാണ് പറയുന്നത്, മേലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. ഓക്കെ, അപ്പൊ അന്നേരത്തെ ഒരു ATR ഇപ്പൊ ഇത് 3 പോയിന്റ്. ഇവിടുന്ന് നമ്മൾ ഒരു എൻട്രി എടുക്കാൻ നമ്മളൊരു 3 പോയിന്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. 3 പോയിന്റ് അപ്പ് അല്ലെങ്കിൽ P എടുക്കുന്നതിന് 3 പോയിന്റ് ഡൗൺ. ATR വെച്ചിട്ട് അങ്ങനെ റേഞ്ച്. ഇതിപ്പോ ആകുമ്പോൾ ഒരു 1.5 പോയിന്റ് ഒക്കെയാണ് ഇവിടെ സേഫ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനിയിപ്പോ ഏത് പിവട്ടാണ് ബെസ്റ്റ് പിവട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. നിങ്ങളത് നിങ്ങളുടേതായ ഒരു കൈവഴക്കത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? പിവട്ട് ക്ലിയർ അല്ലേ? ഈ ഒരു 3-4 ഉള്ളു സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതിൽ തന്നെ ക്യാമറയിലാണോ നല്ലത്? ക്യാമറയിലാണ് സ്കാൽപ്പ് ചെയ്യാനൊക്കെ നല്ലത്. ഞാൻ പറഞ്ഞ R2 R3 നല്ല മൂവ്മെന്റുകൾ കിട്ടാറുണ്ട് രാവിലെ. R2 നിൽക്കുകയാണെങ്കിൽ R3 വരെയുള്ള ഒരു മൂവ്മെന്റ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. 5 മിനിറ്റ് ക്യാൻഡിലൊക്കെ നോക്കാം. അത് പ്രീവിയസ് ഒന്ന് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പല ലെവൽസ്. ഈ R2 ക്രോസ് ചെയ്തു കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും സ്ക്രീനറുകളുണ്ടോ? സ്ക്രീനർ എന്തിനാ? ചാറ്റ് നോക്കിയാലും ചെയ്തൂടെ? നമുക്ക് അതിനിപ്പോ ഏത് സ്റ്റോക്കാണ് R2 സ്റ്റോക്കിന്റെ കാര്യമില്ല പറഞ്ഞ, ഇൻഡെക്സിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇൻഡെക്സിലാണ്. ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ പറഞ്ഞ ഇത്. സോറി, ക്യാമറയില്ല. സ്റ്റോക്കില് ഇത് വിട്ടാരാ. സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഓൺ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സ്റ്റോക്കിൽ ഇഷ്ടംപോലെ രീതിയിൽ നമുക്ക് ട്രെയിൽ ചെയ്യാമല്ലോ. ഓക്കെ, ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. സോറി, അത് ആദ്യം പറഞ്ഞില്ല, അതാ എനിക്കൊരു കൺഫ്യൂഷൻ ആയത്. സ്റ്റോക്കിൽ നമുക്ക് അല്ലാതെ മറ്റേ ഓൾറെഡി നമ്മൾ RSIയും ബോളിഞ്ചർ ബാൻഡും വെച്ചിട്ടുള്ള ബ്രേക്ക്ഔട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം വർക്ക് ചെയ്യുന്നതാണ്. ജിത്ത് ബ്രോ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഉള്ളതല്ലേ? കറക്റ്റ് അല്ലേ അത്?
പുള്ളി അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ടെസ്റ്റ്. പുള്ളി ഇഷ്ടംപോലെ ട്രേഡ് എടുക്കാറുണ്ട്. പുള്ളി ഞാൻ കൊടുക്കുന്ന ട്രേഡുകളൊന്നും എടുക്കാറില്ല. പുള്ളി ഓൺ ട്രേഡുകൾ എടുക്കാറുണ്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട്. അപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അതിനർത്ഥം. അപ്പൊ അത് നല്ലതാണ്, അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അത് പക്ഷേ BTST അല്ലേ കൂടുതൽ അത് വരുന്നത്? സ്റ്റോക്കിനകത്ത് BTST ഒക്കെ എടുത്താൽ നല്ല കറക്റ്റ് ആയിട്ട് വർക്കാവും. അറ്റ്ലീസ്റ്റ് ഒരു 3%, 4%, 5% എങ്കിലും BTST ഇറങ്ങാൻ പറ്റും. പക്ഷെ അത് ഇറങ്ങുമ്പോൾ ഒറ്റ ഒരു കാര്യമുള്ളൂ, വോളിയുള്ള സ്റ്റോക്ക് മാത്രം എടുക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഡെലിവറി ആയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് വരും. ഓക്കെ, അടുത്ത എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മൂവിങ് ആവറേജ്. എല്ലാവരുടെയും ഇഷ്ട ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ്. എനിക്ക് തോന്നുന്നു മൂവിങ് ആവറേജ് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് അരമണിക്കൂറുടെ കഴിഞ്ഞ് പുറത്തു പോകണം. മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസിലുള്ള പ്രൈസുകളെ, പീരീഡ്സിലുള്ള പ്രൈസുകളെ എടുത്തിട്ട് അതിനെ സ്മൂത്ത് ചെയ്തിട്ട് നമുക്ക് തരും. ക്യാൻഡിലാകുമ്പോൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ സ്പൈക്കുകൾ വരുന്നുണ്ട്. ഇതിന്റെ പ്രീവിയസ് പ്രൈസുകളുടെ അടുത്ത് ആവറേജ് ചെയ്തിട്ട് അത് നമ്മൾ സ്മൂത്ത് ചെയ്തിട്ട് ഒരു കർവ് മാതിരി നമുക്ക് തരാം. അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. Okay, moving average means that taking the average closing price of script of the last X number of periods. They do not predict direction. Instead, they define current direction with a lag. ഇത് ഫ്യൂച്ചർ ഒന്നും ട്രെൻഡ് ഒന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല, പക്ഷെ കറണ്ട് ഡയറക്ഷൻ തരും, പക്ഷെ വിത്ത് ലാഗ്. അതാണ് ഞാൻ പറഞ്ഞത്, ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. So price moves zigzags, but the moving average helps to give the direction of the trend. By looking the slope of the moving average, you can better determine the trend direction. Generally, smoother moving average, slower it reacts the price movements. The choppier moving average, quicker reacts to the price movement. Okay. സോ മൂവിങ് ആവറേജ് യൂഷ്വലി ലോങ്ങർ ടൈം പീരീഡ് എടുക്കുമ്പോഴാണ് നമുക്ക് സ്മൂത്തർ കിട്ടുന്നത്. നമുക്ക് ചെറിയ 5 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രൈസിനോട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് 5 പീരീഡ് മാത്രം, ഇപ്പൊ 5 മിനിറ്റിനാണ് ലാസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ മാത്രമേ ഇത് എടുക്കത്തുള്ളൂ. അല്ല 15 മിനിറ്റ് ആണ് ലാസ്റ്റ് 15 മിനിറ്റിന്റെ 5 ക്യാൻഡിൽ. ഇപ്പൊ 5 EM എടുത്തു കഴിഞ്ഞാൽ 5 SMA കാര്യമാണ്. SMA എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 15 മിനിറ്റിന്റെ 5 ക്യാൻഡിൽ മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ ആ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിനകത്തായിരിക്കും ആ SMA ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അത് വെരി ക്ലോസ് ടു പ്രൈസ് ആയിരിക്കും. അപ്പൊ നമ്മള് 200 EM എടുത്തു കഴിഞ്ഞാൽ 200 EM ഒരുപാട് ദൂരെ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 200 പീരീഡ്സ്, 200 ക്യാൻഡിൽസിന്റെ ആവറേജ് എടുത്തിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 5 മിനിറ്റ് ആണെങ്കിൽ ലാസ്റ്റ് 200 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ സ്മൂത്തർ ആയിരിക്കും, കുറച്ച് ഫാർ ആയിരിക്കും. ഓക്കെ, the short its length, fewer the data points are included for the moving average, which means the close to the moving average stays to the current price. Okay, മനസ്സിലായില്ലേ? അത് മനസ്സിലായോ? അപ്പൊ ഈ മൂവിങ് ആവറേജ് ചാർട്ടില് ഓവർലേ ചെയ്യുന്നതാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് മെയിൻ ആയിട്ട് 2 തരമാണ്. സിമ്പിൾ മൂവിങ് ആവറേജ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്. ഇപ്പൊ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രൈസ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ബേസിക്കലി സിമ്പിൾ മൂവ് ആവറേജ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ദ ലാസ്റ്റ് എക്സ് പീരിയഡ്സ് ക്ലോസിംഗ് പ്രൈസ് ആൻഡ് ദെൻ ഡിവൈഡിങ് ബൈ ദ നമ്പർ എക്സ്. ഇപ്പൊ 14 ക്ലോസിംഗ് പ്രൈസ്, 14 പോയിന്റ് ക്ലോസിംഗ് പ്രൈസ് എടുത്തിട്ട് 5 SMA 5 മിനിറ്റിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 5 ക്യാൻഡിൽ എടുക്കും. പ്രീവിയസ്ലി 5 ക്യാൻഡിൽ എടുത്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ചാർട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കർവ് ഇത് ഈ ലൈൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഇത് സസെപ്റ്റബിൾ ടു സ്പൈക്സ് ആണ്. എന്ന് വെച്ചാൽ സഡൻ ആയിട്ട് ഒരു സ്പൈക്ക് വരുവാണെങ്കിൽ, ഇപ്പൊ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ സഡൻ ആയിട്ട് ഒരു സ്പൈക്ക് വന്നിട്ട് പെട്ടെന്ന് താഴ്ത്ത് വരുവാണെങ്കിൽ, വിക്കൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഈ മൂവിങ് ആവറേജ് ഇതിന് കയറി റെസ്പോണ്ട് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ഇല്ല. അതിന്റെ ക്ലോസിംഗ് പ്രൈസ് പോയിട്ട് മേലോട്ട് പോകുന്ന അതിന്റെ ക്ലോസിംഗ് പ്രൈസ് നിഫ്റ്റി ഇപ്പൊ നിങ്ങൾ സിയിൽ എടുത്ത് നിൽക്കുന്ന പ്രീമിയം 5-ൽ ഇരുന്ന
50 പോയി, 50 പോയിട്ട് നേരെ തിരിച്ച് 6 വന്നു. അപ്പൊ ആ ക്യാൻഡിലിന്റെ 50 അതിന്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ അതിന്റെ ക്ലോസിംഗ് പ്രൈസ് 50 50 പോയിട്ട് എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ തരും. അപ്പൊ ആ ട്രെൻഡിന്റെ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് മാറുന്നതായിട്ടാണ്. അപ്പൊ അത് ഭയങ്കര സെൻസിറ്റീവ് ആണ് SMA. അതുകൊണ്ട് എല്ലാവരും EMA ആണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യും. EMA കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്. അപ്പൊ ഈ ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്ന ഇതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഇത് ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒരു പ്രിക്കോഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ എടുക്കാന്ന് പറഞ്ഞത്. ഓക്കെ, if you 5 period average 1 hour chart, you can add closing price that last 5 hours divided by number 5. അത് ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ 30 മിനിറ്റിന്റെ ആണെങ്കിൽ 30 മിനിറ്റിന്റെ ലാസ്റ്റ് 150 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് 5 പീരീഡ് SMA ആണെങ്കിൽ. ഓക്കെ, ഈ 5 SMA എന്ന് പറയുന്നത് 5 മിനിറ്റിന്റെ ആയിരിക്കും 5 മണിക്കൂറിന്റെ ആയിരിക്കുമോ? അല്ല, 5 SMA എന്ന് പറഞ്ഞാൽ 5 പീരീഡ് 5 ക്യാൻഡിൽ എടുക്കും. ഏത് ടൈം ഫ്രെയിം ഇട്ടാലും 5 ക്യാൻഡിൽ പുറത്തോട്ട് എടുക്കും ആ ടൈം ഫ്രെയിമിന്റെ. എന്നിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ പറഞ്ഞ 5 മണിക്കൂറിന്റെ 5 പീരീഡ് 5 SMA 5 മണിക്കൂർ 1 മണിക്കൂറിന്റെ ചാർട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് 5 മണിക്കൂറിന്റെ എടുക്കും. അതായത് 5 ക്യാൻഡിൽ. ഓക്കെ, ഡിവൈഡ് ബൈ 5. മനസ്സിലല്ലേ? അപ്പൊ അതാണ് അതിന്റെ ലോജിക്ക്. ഇപ്പൊ അത് ഏത് ടൈം പീരീഡ് ഇടുന്നു. ഇപ്പൊ ഡേ പീരീഡ് ഇട്ട് കഴിഞ്ഞാല് ലാസ്റ്റ് 5 ദിവസം എടുത്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിന്റെ ക്ലോസിംഗ് പ്രൈസ് എടുത്തിട്ട്. അപ്പൊ അതാണ് മൂവിങ് ആവറേജിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇതുകൊണ്ടാണ് 62, 35 SMA ഒക്കെ പല പല ലെവൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും നമ്പർ ഓഫ് പീരീഡ്സ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അത് ഫാർ ആയിട്ട് കാണുന്നത്. ചെറുതെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കും പ്രൈസിനോട്. ഓക്കെ, മൂവിങ് ആവറേജ് കൊണ്ട് നോക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ട്രെൻഡ് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ പ്രൈസ്, കറണ്ട് പ്രൈസ് നമ്മുടെ ആവറേജ് പ്രൈസിന് മേളിലാണ്. നമ്മളിപ്പോ ആവറേജ് ചെയ്ത് പ്രീവിയസ്ലി ആവറേജ് ചെയ്ത് പ്രൈസിന് മേളിലാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ആവറേജ് കൊണ്ട്, ഈ മൂവിങ് ആവറേജ് കൊണ്ടുള്ള ഒരു ഗുണം. നമുക്ക് ആ ഒരു ട്രെൻഡ് ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ട്രെൻഡ് ആണെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ ആവറേജ് ചെയ്ത പ്രൈസിന് മേളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇതുവരെയുള്ള പ്രൈസിന്റെ ആവറേജിന് മേളിലാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് മൂവിങ് ആവറേജ്. രണ്ടാമത്തെയാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കുറച്ചുകൂടെ സ്മൂത്ത് ചെയ്താണ്. നമ്മള് സ്മൂത്തി എന്നൊക്കെ പറയുന്ന മാതിരി, ജ്യൂസിനെ സ്മൂത്തി ആക്കുന്ന മാതിരി കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ഇത്ര തോനെ നോയ്സ് വരാറില്ല മൂവിങ് ആവറേജിന്റെ കണക്ക്. EMA നമ്മൾ യൂഷ്വലി എല്ലാവരും EMA ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് മിക്കലും. 5 EMA, 9 EMA, 21 EMA, അതൊക്കെ കുറെ സ്ട്രാറ്റജി ഓരോരുത്തർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ചില 11 EMA യൂസ് ചെയ്യുന്നുണ്ട്, 44 EMA യൂസ് ചെയ്ത സ്ട്രാറ്റജി ഉണ്ട്, 56 ഉണ്ട്, 55 ഉണ്ട്. ഓഡ് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് ഓരോരുത്തരുടെ ഒരു മിത്താണ്. അപ്പൊ ഓക്കെ, നമ്മള് ഓക്കെ ഇതിൽ എനിക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ ഓക്കെ ഞാൻ ഇതേ ഫോളോ ചെയ്യൂ. അപ്പൊ എല്ലാം വർക്ക് ചെയ്യും. അപ്പൊ അത് മാത്രമേ ഫോളോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് അത് മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ 11 ചെയ്യുന്നവരുണ്ട്, 9 ചെയ്യുന്നവരുണ്ട്, 12 ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല നമ്പർ ചെയ്യുന്നവരുണ്ട്. EMA would put more weight on the prices of the most recent days, which would be day 3, 4, 5. ഇപ്പൊ 5 ഡേയ്സിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള 3 ദിവസം അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. അതുകൊണ്ട് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണെന്നാണ് പറയുന്നത്. പ്രീവിയസ്ലി ഉള്ള പ്രൈസിനെയൊക്കെ ഇപ്പൊ 5 EMA എടുക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് 3 ദിവസത്തെ പ്രൈസിനായിരിക്കും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പൊ പ്രീവിയസ്ലി 5 ദിവസത്തേനത് 3 ദിവസം വെയിറ്റ്, 2 ദിവസത്തെ വെയിറ്റേജ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചുകൂടെ കറണ്ട് പ്രൈസിന് ക്ലോസർ ആയിരിക്കും. അപ്പൊ അതിനിപ്പോ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ലാസ്റ്റ് 5 ഡേയ്സ്, ഈ ഡേ 1 എന്ന് പറയുന്ന 5ാമത് പഴയ ദിവസമാണ്, 5 ദിവസം പുറകിലാണ്. ഡേ 5 എന്ന് പറയുന്ന ഇന്നലെ. ഡേ 1 എന്ന് പറയുന്നത് 5 ദിവസം പുറകിലാണ്. അപ്പൊ
അത് നോക്കുവാണെങ്കിൽ SMA കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ SMA ജസ്റ്റ് സിംപ്ലി ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഡേ 2-ല് ഈ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇവിടെ ഡേ 2-ല് ഇതൊരു ട്രെൻഡ് ഒരു അപ് ട്രെൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കറണ്ട് പ്രൈസ് ചെയ്യുന്ന ഏകദേശം ക്ലോസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡേ 2 ആസ് ഒരു ഇവന്റ് ഉണ്ടായെന്ന് വെച്ചോ, ഡേ 2-ൽ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സ്പൈക്ക് ഉണ്ടായെന്ന് വെച്ചോ, അപ്പൊ സഡൻ ആയിട്ട് മാർക്കറ്റ് ഒന്ന് ഫോൾ ആയി. ഇത് നോർമൽ ഡേയിലെ കാൽക്കുലേഷൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ഡേയിൽ ഒരു സ്പൈക്ക് ഉണ്ടായെന്ന് വെച്ചോ, ഇത് 1.3.2 ഇന്ന് വരേണ്ടത് നമ്മൾ 3.3 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 1.3 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സ്പൈക്ക് ഉണ്ടായിട്ട് ആ ദിവസം അത് താഴെ പോയി പ്രൈസ്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഈ കാൽക്കുലേഷൻ അത് ഭയങ്കര ഡിഫറൻസ് വരും. ആരോ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ SMA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേ 2-ലെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് 3.209 വരേണ്ടത് 3.163 ആണ്. ഇത് നമുക്ക് അപ് ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഇതിപ്പോ 1.32-ല് നിൽക്കുവാണ്. അതായത് ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്, പക്ഷെ ആവറേജ് 3.1-ൽ നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ബെയറിഷ് ആണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെറിയ സ്പൈക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ മൂവിങ് ആവറേജ് അത് കാൽക്കുലേഷനിൽ എടുക്കും. പക്ഷെ ഇത് എക്സ്പോണൻഷ്യലിലാണെങ്കിൽ കുറെ പഴയ ഡേയ്സിൽ പ്രീവിയസ് ഡേയ്സിലൊക്കെ നല്ല സ്പൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കാൽക്കുലേഷനിൽ വരത്തില്ല. അതിപ്പോ ഡേ 3, 4, 5 എന്ന് പറഞ്ഞ പോലെ ഇത് മാത്രമേ കാൽക്കുലേഷൻ, അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണെന്ന് പറയുന്നത്. ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് പല പീരീഡ് വരുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ഒരു ഇപ്പൊ 10 EMA ആണെങ്കിൽ അവസാനത്തെ ചിലപ്പോൾ ഒരു 4-5 ദിവസത്തെ മാത്രമായിരിക്കും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ ഒരു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ EMAയുടെ റെസ്പോൺസ് കുറച്ചുകൂടെ ക്വിക്കർ ആയിരിക്കും, SMA കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. ചാർട്ടിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് പീരീഡിൽ നോക്കിക്കഴിഞ്ഞാൽ EMA ബെറ്റർ ആണ്, SMA ലോങ് പീരീഡിലാണ് നല്ലത്. SMA മോശമാണെന്നല്ല, പക്ഷെ SMA-ക്കാളും ബെറ്റർ EMA ആണ് ഷോർട്ട് പീരീഡിൽ. നമുക്ക് ഇതൊക്കെ എടുക്കാൻ നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിൽ EMA ആണ് ബെറ്റർ. ഇത് ഡേ ചാർട്ടിൽ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് SMA ആണ് കുറച്ചുകൂടെ ഗുഡ്, അല്ലെങ്കിൽ 1 hour 4 hours ഒക്കെ നോക്കുവാണെങ്കിൽ. ഇപ്പൊ ട്രെൻഡിലാണെങ്കിൽ EMA നമുക്ക് കുറച്ച് ക്ലാരിറ്റി ആയിട്ടുള്ള ട്രെൻഡ് ഏർലി ആയിട്ട് നമുക്ക് തരും. SMA-ൽ നമുക്ക് ട്രെൻഡ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും തരുന്നത്. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏർലി ട്രെൻഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഏർലി എൻട്രി എടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോഫിറ്റ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. ഇത് ലേറ്റ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നതുകൊണ്ട് നമുക്ക് ലേറ്റ് സ്മോൾ പ്രോഫിറ്റ് കുറച്ച് കുറയും. എന്ന് വെച്ചാൽ ഏർലി എൻട്രി കിട്ടുന്നതുകൊണ്ട് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. കൺസോൾട്ടേഷൻ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഈ സ്പൈക്ക് ഒക്കെ ഇഗ്നോർ ചെയ്യും. ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ്ലി ഇപ്പൊ നേരത്തെ ഡേ ആണ് പറഞ്ഞത്. ഇപ്പൊ 5 മിനിറ്റിന്റെ ചാർട്ട് ആണെങ്കിൽ 5 മിനിറ്റ്സിലുള്ള സ്പൈക്ക് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ അവസാനത്തെ 3 പ്രൈസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 4, 5 ഒക്കെ ഉള്ള സ്പൈക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ആയി പോകും. അപ്പം ഒരു ഇവിടെ സ്പൈക്ക് ഒക്കെ ഇതിനകത്ത് ഇഗ്നോർ ചെയ്യും. പിന്നെ SMA-ല് നമ്മൾ പറഞ്ഞോണം എല്ലാത്തിനും ഒരേ വെയിറ്റേജ് കൊടുക്കുന്നതുകൊണ്ട് ഫേക്ക് സിഗ്നൽസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. സ്പൈക്ക് ഒക്കെ വരുവാണെങ്കിൽ SMA-ല് ഫേക്ക് സിഗ്നൽ വരും. പെട്ടെന്ന് ക്യാൻഡിൽ ഇതുപോലെ താഴോട്ട് വന്നിട്ട് ട്രെൻഡ് അപ് ട്രെൻഡ് തന്നെ, പക്ഷെ ഇവിടെ കണ്ടോ ഒരു പെട്ടെന്ന് സഡൻ ആയിട്ട് താഴോട്ട് വന്നിട്ട് വീണ്ടും ട്രെൻഡ് തിരിച്ചു കയറി പോയാണ്. അപ്പൊ ഇതൊരു ഫേക്ക് സിഗ്നൽ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത്. പക്ഷെ EMA-ലാണെങ്കിൽ ഇത് 10 SMA ആണ്, 10 ക്യാൻഡിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ SMA-ല് EMA-ല് വരുവാണെങ്കിൽ അധികം അഫക്റ്റ് ചെയ്യത്തില്ല. Quick moving and good at showing recent price swings. Display smooth chart eliminates most of the fake outs.
അപ്പൊ ഇത് ലോങ് ഡ്യൂറേഷനിലാണെങ്കിൽ ഇതാണ് വർക്ക് ചെയ്യുന്നത്. മോർ പ്രോൺ ടു കോസ് ഫേക്ക് ഔട്ട്സ് ആൻഡ് ഗീവ് തിരിഞ്ഞാണല്ലോ സ്ലോ മൂവിങ് ആവറേജ് മേ കോസ് lag in buying and selling signals. Typically consider more appropriate short-term trading is for the long-term price reactions. ഇപ്പൊ മൂവിങ് ആവറേജിന്റെ എബോ ആണ് സിഗ്നൽ നിൽക്കുന്നതെങ്കിൽ അത് അപ് ട്രെൻഡും താഴെ ആണെങ്കിൽ ഡൗൺ ട്രെൻഡും ആണ് കാണിക്കുന്നത്. അത് ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ എടുക്കരുത്, അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ. അതുകൊണ്ടാണ് മൂവിങ് ആവറേജ് വെച്ച് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ക്യാൻഡിൽ വിട്ടിട്ട് രണ്ടാമത്തെ ക്യാൻഡിലാണ് നമ്മൾ യൂഷ്വലി ട്രേഡ് കൺഫേം ചെയ്യുന്നത്. സോ ഇവിടെയൊക്കെ നോക്കിയാലും ഇവിടെ അപ് ട്രെൻഡ് വന്നു, പക്ഷെ നമ്മൾ അപ് ട്രെൻഡ് ഇവിടെ കോൾ എടുക്കാൻ പാടില്ല. രണ്ടാമത് അടുത്ത ക്യാൻഡിൽ ഇതിന് മേളിൽ ഫോം ചെയ്യുമ്പോഴാണ് ഇതിന് താഴെ ഈ മൂവിങ് ആവറേജിന് താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഈ ക്യാൻഡിലിന് മേളിലാണ് സാറിന് ട്രേഡ് എടുക്കാറ്. അപ്പൊ ഇവിടെ കണ്ടോ രണ്ടാമത്തെ ക്യാൻഡിൽ തിരിച്ചടിച്ചു. ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇതിന്റെ മേളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത്, ഇത് മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് നിങ്ങളെല്ലാം മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂഷ്വലി എന്താ ചെയ്യുന്നത്, രണ്ട് മൂവിങ് ആവറേജുകൾ പെയർസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആൾക്കാർ ഡബിൾ കൺഫർമേഷൻ എടുക്കാറുണ്ട്. അപ്പൊ രണ്ട് മൂവിങ് ആവറേജും കട്ട് ചെയ്താൽ മാത്രമേ ട്രേഡ് എടുക്കാറുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെയാണ് അതിന്റെ എറേഴ്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള മാർഗം. സോ ഇനി ഒരു മൂവിങ് ആവറേജ്, രണ്ട് മൂവിങ് ആവറേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്രോസ് ഓവർ വെച്ചിട്ട് ട്രേഡ് എടുക്കുക. ഇതൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പൊ മൂവിങ് ആവറേജ് 10 സ്ലോ മൂവിങ് ആവറേജ് 20 സ്ലോ മൂവിങ്, 10 ഫാസ്റ്റ് മൂവിങ് ആണെങ്കിൽ ഇത് 10 20 ക്രോസ് ചെയ്യുമ്പോൾ അപ് ട്രെൻഡ്, തിരിച്ച് താഴോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഡൗൺ ട്രെൻഡ്. ഇത് നമ്മളെല്ലാം യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നോട്ടീസ് ഹൗ ആഫ്റ്റർ ക്രോസ് ഓവർ ദ പെയർസ് ബിഗൻ നോട്ടീസ് ഡൗൺ ട്രെൻഡ്. The moving average cause on another, it could signal trend to change soon. Average can help to identify it. ടെന്നിന് ക്രോസ് ചെയ്ത് 20 മോളിൽ പോകണോ? ഏതാണ് അപ് ട്രെൻഡ് വരുവാണെങ്കിൽ 20 ക്രോസ് ചെയ്ത് 10 മേളിൽ പോകണം. അതായത് സ്ലോ മൂവിങ് ആവറേജ്, അത് 10 ഫാസ്റ്റ് ആണ്, 10 20 ക്രോസ് ചെയ്തിട്ട് മേളിൽ പോകണം. ഇതാണ് അപ് ട്രെൻഡ്. ഓക്കെ, 20 താഴെ ആയിരിക്കും. തിരിച്ച് 20 കട്ട് ചെയ്ത് 10 താഴോട്ട് വരുവാണെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അത് ഇൻട്രാ മാത്രമാണല്ലേ? ഇൻട്രാ യൂഷ്വലി സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം. പിന്നെ ഇതില് 50-200 ക്രോസ് ഓവർ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, സ്വിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഡേ ക്യാൻഡിൽ യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇതിപ്പോ നമ്മള് ഇൻഡെക്സിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഇൻഡെക്സിലാണ് മൂവിങ് ആവറേജ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്റ്റോക്കിനകത്ത് ഇതൊന്നും വർക്ക് ആവത്തില്ല. സ്റ്റോക്കിനകത്ത് വോളിയം മാത്രമേ ഉള്ളൂ വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി. സത്യം പറഞ്ഞു, എപ്പോ വോളിയം വരുന്ന പ്രൈസ് മൂവ് ആവും. സത്യമല്ലേ അത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതെ അതെ. അല്ലാതെ ഒന്നും വർക്ക് ആവത്തില്ല. എന്ന് വെച്ചാൽ നമ്മള് ഇൻഡെക്സിന്റെ അത്രയും വോളിയം ഇത് ഇല്ല, വോളിയം ഇല്ലല്ലോ അതിനകത്ത്, സ്റ്റോക്കിനകത്ത്. ഇൻഡെക്സിനകത്ത് ഇഷ്ടം ശരിയാണ് സാർ. അത് അങ്ങനെ തന്നെ. ചില സമയത്ത് ഒരേ റേഞ്ചിൽ അവിടെ തന്നെ കുറെ സമയം കിടക്കും. അതാ പറഞ്ഞേ, സ്റ്റോക്കിനകത്ത് വോളിയം കുറവാണ് ബേസിക്കലി. അതുകൊണ്ട് എപ്പോ വോളിയം വരുന്ന അപ്പോഴേ അത് മൂവ് ആവത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഇൻഡെക്സിനകത്താണെങ്കിൽ വോളിയം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അത് അപ്പും ഡൗണും വന്നത്, എന്ന് വെച്ചാൽ കോടിക്കണക്കിന് ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മൂവ്മെന്റുകൾ അപ്പും ഡൗണും ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ മറ്റിടത്ത് വോളിയം കുറവാണ്. ഇൻഡെക്സ് ആണ് ഏറ്റവും ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആയാലും 100 പേരുണ്ടെങ്കിൽ 95 പേരും ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. 5 പേരെ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം.
പക്ഷെ എനിക്ക് സ്റ്റോക്ക് ചെയ്യാൻ എന്താ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കധികം ടെൻഷൻ ഫീൽ ചെയ്യാറില്ല സ്റ്റോക്ക് ചെയ്യുമ്പോൾ. ഞാൻ കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇൻഡെക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനാണ്, എന്താണ് അടുത്ത നിമിഷം. പക്ഷെ ഓവറോൾ ട്രെൻഡ് നമുക്ക് അറിയാമെങ്കിലും അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ല. താഴെ വന്നിട്ട് വീണ്ടും തിരിച്ചു കയറി പോവെങ്കിലും നമുക്കൊരു ടെൻഷനാണ്. അതുകൊണ്ട് അതൊരു ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇൻഡെക്സ് ചെയ്യുമ്പോൾ. അപ്പൊ ഇന്ന് 2 ദിവസം അങ്ങനെ തിരിച്ചു കയറി പോയെന്ന് വെച്ചിട്ട് ആ ഒരു കോൺഫിഡന്റ് നാളെ ഇരുന്ന് കഴിഞ്ഞ് നാളെ വീണ്ടും തിരിച്ചടിക്കുകയും ചെയ്യും. ഇത് സ്ഥിരം സംഭവിക്കുന്നതല്ലേ ഇൻഡെക്സിൽ. നമുക്കൊന്നും പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റോക്കിലാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാമെങ്കിൽ അത്യാവശ്യം ആ പ്രൈസുകളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ ലെവൽസ് ഒക്കെ. ഇപ്പൊ തിരിച്ചു വന്നാലും ഇപ്പൊ നമ്മള് മെനങ്ങാന്നൊക്കെ ആ TFC ഒക്കെ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോട്ടത്തിലാണ് നിൽക്കുന്നത്. ആ ബോട്ടത്തിൽ നിന്ന് താഴെ പോകുന്നത് നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ അവിടുന്ന് മേലോട്ട് കയറി പോകും. പക്ഷെ നിഫ്റ്റി ആണെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? നിഫ്റ്റി ഇപ്പൊ 20,000 വേണമെങ്കിലും ഗ്യാപ്പ് അപ്പിൽ പോകും, 19,000 വേണമെങ്കിലും വരും ഗ്യാപ്പ് ഡൗണിൽ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത്. ചെയ്യാൻ പറ്റും നല്ല വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇപ്പൊ ഈയിടെ ആയിട്ട് പ്രീമിയം കയറുന്നില്ല. എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ആയിട്ടേ പോവുക. എന്തെങ്കിലും ഒരു ഗാമ ബ്ലാസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് മൂവ് ആവത്തുള്ളൂ. അപ്പൊ ഉടനെ തന്നെ ബ്രോ പക്ഷെ നേരെ തിരിച്ചാണ് എല്ലായിടത്തും പറയുന്നത്, ഡോണ്ട് ഡു സ്റ്റോക്ക് ഓപ്ഷൻ, ഇറ്റ്സ് ഡേഞ്ചറസ് എല്ലാ യൂട്യൂബിലും. യൂട്യൂബ് അത് ശരിയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ലോസ് ഉണ്ട്. അല്ല അത് ശരിയാണ്. ഞാനും ഇപ്പൊ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് വന്നത്. അതിനു മുമ്പ് എവിടെ നോക്കിയാലും സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യരുത്, അത് ഡേഞ്ചർ ആണെന്ന് എല്ലാവരും പറയുന്നത്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവും. അത് സ്റ്റോക്ക് ഓപ്ഷൻ ബ്ലൈൻഡ്ലി പോയി ചെയ്ത് ഇൻഡെക്സ് ചെയ്യുന്ന ആൾ വന്ന് ബ്ലൈൻഡ്ലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. ഇപ്പൊ TCSന്റെ ഒരു കഴിഞ്ഞ ഒരു 6 മാസം ചാർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്വഭാവം അറിയാം. എവിടൊക്കെ സപ്പോർട്ട് എടുത്തത്, എവിടെ നിന്നൊക്കെ തിരിച്ചു കയറി. ഇന്ന് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് അദാനി ഇന്നലെ എടുത്തത്. എനിക്ക് 100% ഉറപ്പുണ്ട് അദാനി അതിന് താഴെ പോകത്തില്ല. കാരണം ഓൾറെഡി അത് റോക്ക് ബോട്ടമാണ്, 2200 അതിന് താഴെ ഇനി എവിടെ പോകാനാണ്? അത് ഇന്ന് പല പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് അത് ബ്രേക്ക് ആയില്ല. അത് ഇന്നലെ ബ്രേക്ക് ആവാൻ നോക്കി, ഇന്ന് മേളിൽ പോയിട്ട് വീണ്ടും താഴെ വന്ന് ബ്രേക്കായി, വീണ്ടും മേളിൽ പോയി, വീണ്ടും ബ്രേക്കായി, എന്നിട്ട് ബ്രേക്ക് ആയില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി അവിടെ നിന്ന് പോവും, നല്ലതായിട്ട് പറക്കും അത്. അത്രയാണ് അതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞത്. അതുപോലെ നമുക്ക് ഇൻഡെക്സിൽ പറയാൻ പറ്റും നിഫ്റ്റി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഇവിടെ നിൽക്കുമെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. ഇപ്പൊ HDFC ആയാലും നേരത്തെ പറഞ്ഞാൽ HDFC അതിന്റെ ബോട്ടത്തിലെത്തി, അവിടുന്ന് പിന്നെ മേലോട്ടേ പോകാൻ വഴിയുള്ളൂ, താഴോട്ട് വരത്തില്ല. താഴോട്ട് വരുന്ന ചാൻസ് എന്ന് പറഞ്ഞ ഒരു 10% ഉള്ളൂ. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇഷ്യൂ ആയിരിക്കണം. ഒന്നാമത് ഇപ്പൊ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്നുണ്ട്. സ്റ്റോക്കുകളൊക്കെ ഇനി അത് റിക്കവർ ചെയ്ത് പോകുന്ന ടൈമാണ്. അപ്പൊ നമുക്ക് നല്ല സ്റ്റോക്ക് നോക്കി പിക്ക് ചെയ്ത് ഇന്നലെ അതൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ട് കണ്ടില്ലേ? PFCയും RECയും രാവിലെ എടുത്തിട്ട് വൈകിട്ട് ക്ലോസ് ചെയ്തേ. എന്റെ ഒരു ഫ്രണ്ട് ചെയ്തത് പോയ പോക്ക് കണ്ടില്ല, 20,000 പ്രോഫിറ്റ് ഒരു ദിവസം. ഒരു ടെൻഷനും ഇല്ല, സ്റ്റോക്ക് വാങ്ങിയിട്ട മാതിരി. അപ്പൊ അതാണ് എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അധികം ഒന്നും വേണ്ട, നമുക്ക് 1000 രൂപ എടുക്കാൻ 1-2 ട്രേഡ് ചെയ്താൽ മതി. ഇൻഡെക്സിലാണെങ്കിൽ 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ 2000 രൂപ പോകും. പിന്നെ ആ 2000 രൂപ കവർ ചെയ്യാൻ അടുത്തൊരു 3000 രൂപ ട്രേഡ് എടുക്കണം. എന്നാൽ മാത്രമേ 1000 രൂപ പ്രോഫിറ്റ് ആവത്തുള്ളൂ. അല്ല, ഇൻഡെക്സ് നല്ലതായിട്ട് അറിയാം ചെയ്യാൻ സ്ട്രാറ്റജി ഉള്ളവരൊന്നും ഞാൻ ഈ പറയുന്നതായിട്ട് മൈൻഡ് ചേഞ്ച് ഒന്നും ചെയ്യണ്ട. ഞാൻ എൻ്റെ ഒരു കംഫർട്ടബിൾ സോണാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഫുൾ ടൈം ഇരുന്ന് നോക്കിയിരിക്കാനും പറ്റില്ല. എനിക്ക് കുറച്ച് ഇടയ്ക്ക് വർക്കൊക്കെ വരുമ്പോൾ ഞാൻ രാവിലെ കുറച്ച് തിരക്കൊക്കെ ആകുമ്പോൾ അതിന്റെ കുറെ പോകും. അപ്പൊ പിന്നെ എനിക്ക് എന്റെ ഫുൾ ടൈം മോണിറ്റർ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റത്തുമില്ല. അപ്പൊ എനിക്ക് കുറച്ച് സ്റ്റോക്ക് ആയാലും അവിടെ ഇട്ടിരുന്നാൽ മതി, എപ്പോഴെങ്കിലും കയറി വരും. കയറി വരുമ്പോൾ വിൽക്കാമല്ലോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വിൽക്കാമല്ലോ. അങ്ങനത്തെ ഒരു കോൺഫിഡന്റ് ഉണ്ട്. പിന്നെ മന്ത്ലി എക്സ്പയറി ആണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇൻഡെക്സിൽ നല്ല പ്രോഫിറ്റ് എടുക്കുന്നവര്, നല്ല സ്ട്രാറ്റജി ഉള്ളവര് ഇൻഡെക്സ് തന്നെ ചെയ്യുക കേട്ടോ. ഇൻഡെക്സിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. പടപടയെന്ന് നല്ല സ്പൈക്ക് ഒക്കെ കിട്ടുവാണെങ്കിൽ ലോട്ടറി അടിച്ച മാതിരി പൈസ എടുക്കാമല്ലോ. പക്ഷെ പ്രശ്നം അതല്ല, തിരിച്ചു വരുമ്പോഴും പോവും. ഓക്കെ, വേറെ ഏത് അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? ഇൻഡെക്സ് എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്ന അഭിപ്രായമുള്ളവർ എന്തെങ്കിലും ഉണ്ടോ? പേര് വിളിച്ചു ചോദിക്കണോ? കാശ് വരുമ്പം പെട്ടെന്ന് വരും, പോകുമ്പം പോയ പോക്കറിയില്ല. ട്രേഡ് കൂടുതൽ ചെയ്യണ്ടേ, പിന്നെ റിക്കവർ ചെയ്യാൻ അടുത്ത് ട്രേഡ് ചെയ്യണ്ടേ. അത് പിന്നെ റിക്കവറി ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ആവും. എനിക്ക് ഒരു ദിവസം 12,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ട് പിന്നെയും ആർത്തി മൂത്തിട്ട് അവസാനം എൻഡ് ഓഫ് ദ ഡേ 3000 ലോസിൽ ക്ലോസ് ചെയ്തു. അത് ഇൻഡെക്സ് ആണോ അതോ ഇൻഡെക്സ്
നമ്മള് ഒരു ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ കൺവിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ട്രേഡ് എടുക്കുക. ഇതിലും എനിക്ക് 12,000 കിട്ടില്ല, ഇതിനകത്ത് ഇതേപോലെ തന്നെ ഇത് ഫേക്ക് ആയിരിക്കും, ഇവിടെ ഞാൻ ഇറക്കത്തില്ല, ഇവിടെ തന്നെ നിൽക്കും. ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:30 12,000 രൂപ പ്രോഫിറ്റ്, അവസാനം 3:30 ആകുമ്പോഴത്തേക്ക് 3,000 ലോസ്. അതാണ് പറഞ്ഞത്, ആ ഒരു പ്രോഫിറ്റ് കിട്ടുവാണ് അടച്ചു വെച്ചിട്ട് പോവാ. നമുക്കത് കിട്ടിയതിന് ധാരാളമാണ്. അത് പിന്നെ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ആ 12,000 24,000 ആക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. അതാണ് നമ്മള് ഫെയിലിയർ. അത് നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇരുതള വാൽ ഇൻഡെക്സ് ദീപുവിന് ബൈക്കില്ലേ, അതിപ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യണ്ടേ? കൺട്രോൾ ചെയ്യേണ്ടത് രാവിലെ പ്രോഫിറ്റ് ആയി നിർത്തിയിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു റൂൾസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, നമ്മുടേതായ ഒരു ട്രേഡിംഗ് റൂൾസ് വേണം. നമ്മൾ 2 സ്റ്റോപ്പ് ലോസ് മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ലോട്ട് സൈസ് നമ്മൾ ഫിക്സഡ് ആയിരിക്കണം. നമ്മൾ 5 ലോട്ടെങ്കിൽ 5 ലോട്ട് മാത്രമേ എടുക്കാവൂ. 5 ലോട്ട് പിന്നെ 10 ലോട്ട് ഇറക്കാൻ നിൽക്കരുത്. ഓക്കെ, 12,000 രൂപ ബ്രോയ്ക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഓക്കെ എനിക്ക് ഇന്ന് എടുക്കാവുന്ന, ഇനി ഫർദർ റിസ്ക് ഈ 12,000 2,000 രൂപ ഞാൻ എടുത്ത് റിസ്ക് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ ഒരു ട്രേഡ് ചെയ്തോ. ആ 2,000 രൂപ പോയി കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പോവുക, 10,000 രൂപ കൊണ്ട് പോവുക. ആ 12,000 രൂപ കിട്ടിയത് 12,000 രൂപയും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ക്യാപിറ്റലോട് ഇട്ടിട്ട് 50,000 രൂപ ട്രേഡ് ചെയ്യുമ്പോഴാണ് ലോസ് ആവുന്നത്. അത് മൈൻഡ് കുറച്ച് കൺട്രോൾ ചെയ്തത്. 12,000 രൂപ ഇസ് നോട്ട് എ ബാഡ് തിങ്. ഒരു നേരെ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസം സാലറി ആയില്ലേ. അതായത് ഹ്യൂജ് ഗ്യാപ് ഡൗൺ വന്നായിരുന്നു ഒരു ദിവസം. ഓൾമോസ്റ്റ് 300 പോയിന്റ് എങ്ങാട്ടും 230 പോയിന്റ് അങ്ങനെ നിഫ്റ്റിയിൽ മാത്രം. അപ്പൊ എന്റെ ഒരു മന്ത്ലി നിഫ്റ്റി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് തന്നെ അതിന് ഓൾമോസ്റ്റ് ദാറ്റ് ഗീവ് സംവെയർ അറൗണ്ട് 9,000. പിന്നെ എന്തോ ഒരു വേറൊന്നും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് 1 ഇയർ മുമ്പുള്ള സ്റ്റോറിയാണ്. ഇന്നലെ ഞാൻ സംസാരിച്ച ആള് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ലോസിലായിരുന്നു, 1,00,000 രൂപ ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് എടുത്ത 40,000 രൂപ ലോസ് ഒറ്റ ദിവസം. ഹീറോ സീറോ ഇട്ട് കളിച്ചതാ. ഒറ്റയടിക്ക് കാശാരനായിട്ട് ലോസ്, ഒറ്റ ദിവസം കൊണ്ട് ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഹീറോ സീറോ പൊസിഷൻ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. 40,000 രൂപ ലോസ്. ഞാൻ പറഞ്ഞ ഹീറോ സീറോ ആണല്ലേ, ഓക്കെ. 7 രൂപ 4 രൂപയുടെ സ്ട്രൈക്കുകള്, ഗുഡ്. അപ്പൊ 1,00,000 രൂപ 40 ആയിട്ടുണ്ട്. അതാണ് ബ്രോ ഇടയ്ക്ക് സ്റ്റോക്കില് ഹീറോ സീറോ റെക്കമെൻഡ് ചെയ്യാറില്ലേ? അത് എങ്ങനെയാണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക്. നമ്മളിപ്പോ 500-1000 രൂപ പോകുന്നുണ്ടെങ്കിൽ പോട്ടെന്നുള്ള കേസിലാണ് ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളൂ. ഒന്നുകിൽ ഹെഡ്ജ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ സ്റ്റോക്കിന് 2,000 രൂപയുടെ സ്റ്റോക്കാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മള് ക്ലോസിംഗ് ടൈം ഒക്കെ ആവുമ്പം സ്റ്റോക്കിന്റെ പ്രൈസ് ഒരുപാട് കുറയും, ലാസ്റ്റ് വീക്ക് ഒക്കെ ആവുമ്പോ. അപ്പൊ ഒരു നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എടുക്കുക. നമ്മള് ഫാർ ഔട്ട് ഓഫ് ദി മണിയൊക്കെ എടുത്തിട്ട് അത് മാക്സിമം അത് 0 ആയി പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന 2,000-3,000 രൂപയാണ്. ഓക്കെ, അത് അവിടുന്ന് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ നല്ല മൂവ്മെന്റ് കിട്ടുമല്ലോ. ആ ഒരു കേസിലാണ് ഹീറോ സീറോ കൊടുക്കുന്നത്, അല്ലാതെ ഹീറോ സീറോ കൊടുക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു സൈഡിൽ കിട്ടും. അത് ഹെഡ്ജിങ് ഞാൻ പഠിപ്പിച്ചായിരുന്നു, ഒരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. ഇല്ല, പക്ഷെ ഹെഡ്ജിങ്ങില് ലിക്വിഡിറ്റി പലപ്പോഴും പ്രോബ്ലം ആവില്ലേ? അല്ല, അങ്ങനത്തെ ഹെഡ്ജിങ് അല്ല ഇത്. ബൈ എടുത്തോണ്ട് തന്നെ നമുക്ക് ഹെഡ്ജ് ചെയ്യാം 2 സൈഡിലും. അതായത് കറണ്ട് പ്രൈസിൽ നിന്ന് 10% താഴോട്ടും 10% മേലോട്ടും ഉള്ള പ്രൈസുകള് സിയും പിയും എടുക്കുക. ബൈ എടുത്തിട്ട് സിയും പിയും 10% മേലോട്ടും താഴോട്ടുള്ള പ്രൈസിൽ സിയും പിയും ബൈ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അത് BTS ചെയ്യാണ്. റിസൾട്ട് വരുവാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സൈഡ് അടിച്ചു പോകും. ഒരു സൈഡിൽ നല്ലതായിട്ട് മൂവ് ആവും. ഒരു സൈഡിൽ മൂവ് ആവുമ്പോ മറ്റേ സൈഡിൽ ഒരു പരിധി വരെ മൂവ് ആവത്തുള്ളൂ, വന്നിട്ട് അവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് മാക്സിമം ലോസ് വന്നാലും മറ്റേ സൈഡിൽ നമുക്ക് പ്രോഫിറ്റിൽ ഇറക്കാൻ പറ്റും. അപ്പൊ ഓവറോളാ നോക്കുമ്പോൾ നമുക്കൊരു 7,000 രൂപയുടെ മൂവ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 3,000 രൂപയുടെ ലോസ് ആയിരിക്കും നടക്കുന്നത്. അപ്പൊ 4,000 രൂപ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് റിസൾട്ട് ബേസ്ഡ് BTS എടുക്കുമ്പോൾ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്ന് ടാറ്റ മോട്ടോഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് കയറിപ്പോയില്ലേ, അപ്പൊ മറ്റേ സൈഡ് അവിടെ അടിച്ചു കിടക്കും. മറ്റേ പ്രോഫിറ്റ് വന്നത് കട്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യണം. തിരിച്ച് അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ സ്റ്റോക്കുകൾ താഴോട്ട് പോകുമല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല ഏത് സൈഡ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പൊ താഴോട്ട് പോകണമെങ്കിൽ താഴോട്ടുള്ളത് P ആക്റ്റീവ് ആവും, C അവിടെ ചെറിയ ലോസിൽ ഇച്ചിരി ലോസിൽ വന്നിട്ട് മാക്സിമം ലോസ് വന്നിട്ട് അവിടെ അങ്ങ് നിൽക്കും. മനസ്സിലായല്ലേ?
ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഞാൻ വേറെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ മൂവിങ് ആവറേജ് ഇവിടെ നിൽക്കുകയാണ്. മൂവിങ് ആവറേജിന്റെ ക്രോസ് ഓവർ ഒരു സ്ട്രാറ്റജിയാണ്. ഇനി മൂവിങ് ആവറേജ് ചില സമയത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഡൈനാമിക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഡൈനാമിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പിവറ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. രാവിലെ അത് ഒരു സ്ഥലത്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ ഈ മൂവിങ് ആവറേജ് നമുക്ക് നോക്കുവാണെങ്കിൽ മൂവിങ് ആവറേജിൽ നിന്ന് റിജക്ഷൻ എടുക്കാറുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ആണ് റിജക്ഷൻ എടുത്തെന്ന് പറഞ്ഞത്. VWAP മൂവിങ് ആവറേജിൽ നിന്ന് റിജക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് റിജക്ഷൻ എടുക്കുന്നത്. ചില സമയത്ത് ഇത് സപ്പോർട്ടും എടുക്കാറുണ്ട് മൂവിങ് ആവറേജിൽ നിന്ന്. അപ്പൊ ഇതൊരു ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇത് പല പ്രൈസിലാണ്, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഇത് സെയിം ഒറ്റ ഫിക്സഡ് അല്ല, ഇത് പല ലെവൽസിലാണ് സപ്പോർട്ട് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് നമുക്കൊരു വേരിയസ് പ്രൈസിൽ എടുക്കുന്നതിന് ഡൈനാമിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഞാനത് ഓടിച്ച് പറഞ്ഞിട്ട് നിർത്തുവാണ്, എനിക്ക് ഇപ്പൊ പോണം പിള്ളേരെ എടുക്കാനേ. ഓക്കെ, അടുത്ത ഇത് എൻവലപ്പ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇത് മൂവിങ് ആവറേജ് തന്നെ എൻവലപ്പ്. മൂവിങ് ആവറേജ് അതിന് മുകളിലും താഴെയും ഒരു അപ്പർ ലെവലും ലോവർ ലെവലും ഉണ്ടാവും. ഈ അപ്പർ ലെവലിലും ലോവർ ലെവലിലും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതും നമുക്ക് യൂഷ്വലി 10 ഡേ മൂവിങ് ആവറേജിന്റെ 1% അപ്പ് 1% ഡൗണും ആണ് ഇടുന്നത്. അപ്പൊ ഇത് എൻവലപ്പ് സ്ട്രാറ്റജി എന്ന് പറയും. ഇപ്പൊ ഇത് മൂവിങ് ആവറേജ് എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് മൂവിങ് ആവറേജ് ആൻഡ് അതർ 2 ലൈൻസ്. വൺ ഈസ് അബോവ് ദ മൂവിങ് ആവറേജ്, വൺ ഈസ് ബിലോ ദ മൂവിങ്, ടുഗദർ 2 ലൈൻസ് ഓഫ് അപ്പർ ആൻഡ് ലോ. 10 മൂവിങ് 1% ഷോയിങ്. സോ ഇത് നോക്കുമ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ബൗൺസ് ആയി മേളിൽ പോവും, മേളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ താഴോട്ട് വരും. ഇതിങ്ങനെ ഓസിലേറ്റ്. ഇത് വേറൊരു നാരാടായോ അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് സെയിം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള നടരായ വാട്സൺ എൻവലപ്പ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത് താഴെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ പോകും, മേളിൽ വന്ന് ടച്ച് ചെയ്ത് താഴെ വരും. ഇങ്ങനെയാണ് ഇതിനകത്ത് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ബോളിഞ്ചർ ബാൻഡ് ഒക്കെ മാതിരി തന്നെ ഒരു സംഭവമാണ്. ഓക്കെ, ഇതുപോലാണ് എൻവലപ്പ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എൻവലപ്പില് ബൈ എന്ന് പറയുമ്പോൾ താഴെ വരുമ്പോ ബൈ എടുക്കുക, മേളിൽ വരുമ്പോ സെല്ല് എടുക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോളിഞ്ചർ ബാൻഡ് ഇത് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന മാതിരി ഇത് ഇവിടുന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ട്രെൻഡ്, ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ്. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ട്രേഡ് സെറ്റപ്പ്. ഒന്ന് ഇതിനകത്ത് തന്നെയുള്ള ട്രേഡ് സെറ്റപ്പ്, പിന്നെ ഇത് പുറത്തേക്കുള്ള ട്രേഡ് സെറ്റപ്പ്. ഓക്കെ, ഇത് മനസ്സിലായല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് നിർത്തുക ബ്രോസ്. അടുത്ത പിന്നെ ഉണ്ട്, മൂവിങ് ആവറേജ് തന്നെ ഒരുപാടുണ്ട്. നമുക്ക് നാളെ വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാസ് എടുക്കാം. ഓക്കെ, ഇത് എത്രാമത്തെ ക്ലാസ്സാ? ഇത് എത്രാമത്തെ ക്ലാസ് ആണെന്നോ? ദിബു പേടിക്കണ്ട, ദിബു പേടിക്കണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങളെ കൊണ്ട് കയറ്റിയത് അതിനകത്ത്. ഓക്കെ, ക്ലാസ്സുകൾ ഇനിയുണ്ട്. ആ ഗ്രൂപ്പിലെ ക്ലാസ് അല്ലേ? അല്ല, ഇത് ആ ഗ്രൂപ്പിലും വരുന്നതാണ്. ഇതിപ്പോ വരുന്നതുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആയതുകൊണ്ട് കോമൺ ആയതുകൊണ്ട് നിങ്ങൾ കയറാൻ പറഞ്ഞതാ. ഓക്കെ, ആ, ഞാനിത് കണ്ടപ്പോ യാദൃച്ഛികമായിട്ട് കയറി നോക്കിയതാ. ഞാൻ വിചാരിച്ചത് എന്തുവാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇന്ന് ശനിയാഴ്ചയെന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, നാളെ ക്ലാസ് എടുക്കാം. നാളെ ഇത് കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, നാളെ അന്നേരം ഞാൻ ടൈം ഞാൻ പറയാം. നാളെ ഇല്ലല്ലോ, സൺഡേ എടുക്കാം. സൺഡേ നാളെ എനിക്കൊരു പരിപാടി ഉണ്ട്. ഓക്കെ, ഓക്കെ, ശരി എന്നാ, താങ്ക്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.